അല്ല. ഇതൊക്കെ മുടക്കാനാണ് ഇതൊക്കെ പറയുന്നത്. ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലും 10 സ്വലാത്തിൽ ഊമിനിങ്ങള് കടന്നുറങ്ങുന്ന ടൈമിൽ ഉറക്കൊഴിച്ച് കണ്ട് സ്വലാത്ത് ചെല്ലുന്നുണ്ടോ? അത് മുടക്കാനുള്ള വാചക കസർത്തുകൾ. ഇത് സത്യമായിരുന്നോ? ഇത് സത്യമായിരുന്നോ? ഇത് താങ്കളുടെ സംഘടനാ പക്ഷപാതിത്വമായിരുന്നില്ലേ? ഇനി നിങ്ങൾ പറഞ്ഞതോ മഹാന്മാരായ ഔലിയാക്കളും സൂഫിയാക്കളും കേരളത്തിലെ മുസ്ലിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ആത്മീയ നേതാക്കളാണ്. ഇന്നും പല സ്വാലിഹ്യങ്ങളും സാദാത്തുക്കളും ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും അതുപോലെ ഉള്ളാളത്തങ്ങളെയും അംഗീകരിക്കുന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ കുത്തുമുന വെച്ചുകൊണ്ട് ആദർശധീരരായ പല സ്വാലിഹ്യങ്ങളെയും തങ്ങന്മാരെയും നിങ്ങൾ താരടിക്കാൻ ശ്രമിച്ചു. ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം ഒരു ചികിത്സകാരിയോ വൈദ്യനോ ഡോക്ടറോ ആയി സമൂഹത്തിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. ഒരു പത്രത്തിൽ അദ്ദേഹം പരസ്യം കൊടുത്തിട്ടില്ല. അദ്ദേഹം തന്റെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് അദ്ദേഹം മഹാന്മാരുടെ മതത്തിൽ നിന്നും അവരുടെ കുരുത്തത്തിൽ നിന്നും കിട്ടുന്ന വിക്കറുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ആരുടെയും മുമ്പിൽ കാശ് വാങ്ങിയും അതുപോലെ സംഘത്തിന് വേണ്ടിയും ചെയ്യുന്ന പണിയല്ല. അദ്ദേഹം നേർമാടിയിൽ സിയാറത്തിന് പോകുന്നുണ്ട്. അതിനെയൊക്കെ അതുപോലെ ബഹുമാനപ്പെട്ട കൂരിക്കുരുത്തങ്ങൾ അങ്ങനെയുള്ള സയ്യിദുമാർ ഒരുപാട് ആത്മീയമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നവരാണ്. അവരുടെ സിയാറത്തുകളെയും മറ്റുമൊക്കെ നിങ്ങൾ താറടിച്ചു കാണിക്കാൻ നിങ്ങൾ വാചക കസർത്ത് നടത്തി. മാത്രമല്ല നിങ്ങളുടെ ഇത്തരം ക്ലിപ്പുകൾ രാജ്യത്തിന്റെ കവലകളിൽ വഹാബികൾ കൊണ്ടുവന്ന വിശ്വാസികൾക്കിടയിൽ ആത്മീയ നേതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവസരമൊരുക്കി. എന്നിട്ട് നിങ്ങൾ അതിൽ പറയുന്നത് എന്താണ്? കാര്യമായി ഒരു കള്ളവലിയനും ഒരു കള്ളസൂഫിക്കുണ്ടാണ് ലക്ഷണം. എന്താ ഇയാളെ സംസാരത്തിൽ നിന്ന് ആളുകൾക്ക് തിരിയുന്നത്? അത് 2 പെണ്ണെട്ടലാണ്. 2 പെണ്ണ് കെട്ടിയാൽ പിന്നെ ഔലിയാകാൻ പറ്റൂല, സൂഫിയാകാൻ പറ്റൂല എന്നാ ഇയാൾ പറയണേ. എന്നിട്ടിങ്ങനെ പറഞ്ഞിട്ട് പറയാ അവർക്കൊരു പെണ്ണ് പോരാ 2 എണ്ണം വേണം, വീട് ഉള്ളത് പോരാ, ഉള്ള വീട് കുത്തിപ്പൊളിച്ച് പുതിയ ബംഗ്ലാവ് ഉണ്ടാക്കണം. ഇത് താങ്കൾ പറയാ. എന്തിനു വേണ്ടിയാ താങ്കൾ ഇത് പറഞ്ഞത്? ആദർശത്തിന്റെ പേരിലാണോ? ദീനിന്റെ പേരിലാണോ? അതോ ആരുടെയെങ്കിലും കയ്യടി കിട്ടാനാണോ? കയ്യടി കിട്ടാനാ? നിങ്ങളുടെ കാര്യലാഭം നേടാനാ? നിങ്ങൾ ഉദ്ദേശിച്ച് തറക്കല്ലിട്ട പലതും പടുത്തുയർത്താൻ നിങ്ങൾക്ക് പലരുടെയും പിന്തുണ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയാ. അതേസമയത്ത് ഇസ്ലാമിലിപ്പോ ഒരാൾ 2 പെണ്ണ് കെട്ടി ആവശ്യമാവുമ്പോൾ അത് ചെയ്യണം. അതുപോലെ 3 കെട്ടേണ്ടി വന്നാൽ കെട്ടണം. 4 കെട്ടേണ്ട സാഹചര്യങ്ങളിൽ അത് കെട്ടാം. ഇസ്ലാം 4 വരെ അത് സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരാളെ കുതിര കയറിക്കൂടാ. അത് ഹറാമെന്ന് പറഞ്ഞുകൂടാ. അതിന്റെ പേരിൽ ഒരാളുടെ ആത്മീയത ചോദ്യം ചെയ്തുകൂടാ. അതേസമയത്ത് നമ്മുടെ ആലിമ്യങ്ങള് കള്ളത്തൊരീക്കാർക്കെതിരെ, കള്ള ശൈഖന്മാർക്കെതിരെ, കപടാത്മീയവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അതിനുവേണ്ടി സംഘടനയുടെ പല ആളുകളെയും സംഘടനയുടെ വിധാനത്തിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്യേണ്ട പ്രവർത്തനം ചെയ്ത സംഘടനയാണ് നമ്മൾ. എന്നാലോ അത് ആദർശപരമായിട്ടാണോ? പേരോട് ഉസ്താദ് കള്ളത്തൊരീക്കത്തേറെ ഗണ്ണിക്കൽ ഇതൊന്നും പറഞ്ഞിട്ടല്ല. അതിൻ്റെതായ നിലപാടും ആദർശമുണ്ട്. പക്ഷെ ഇയാൾക്ക് അത് പറയണമെങ്കിൽ കിതാബ് നോക്കണ്ടേ? പക്ഷെ ഇത് തോന്നിയാസം പറയാൻ ആർക്കും കഴിയാലോ? 2 പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞ് ബംഗ്ലാവ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അയാൾ ഉണ്ടാക്കുന്ന ഒച്ചപ്പാട് കേട്ടോ. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം അവൻ്റെ അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു നടന്നിട്ട് വരിക. അവൻ അലിപ്പറിയോ വാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടണ്ടടാ. ഇത് തമാശയല്ലേ പറഞ്ഞത്. ഏതൗലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലുമില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഒരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോൾ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. കാസിമി സത്യസന്ധമായി പറയും, താങ്കൾക്ക് എത്ര ഭാര്യ വേണം? ഔലിയാക്കൾക്ക് ഇങ്ങനെയാണ്. താങ്കൾക്കോ 1 മതിയോ?
വീട്ടിലെ കശപിശ പൊന്നിന്റെ പേരിലോ രണ്ടിന്റെ പേരിലോ ഞങ്ങൾ അതിനാക്ഷേപിക്കാൻ ആളുകളല്ല. പക്ഷേ 3 ഉണ്ടോ നിലയല്ലേ ഇപ്പൊ താങ്കളുടെ കുടുംബത്തിൽ തർക്കമുള്ളൂ. എന്തിന്റെ പേരിൽ നിങ്ങൾ ആലിമീങ്ങളെയും ആത്മീയതാക്കൾ ഇതിന്റെ പേരിൽ കുതിര കയറി? എത്രണ്ണം വേണമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ശരിക്കറിയില്ലേ? ഇനി വീടാണോ നിങ്ങൾക്ക് പറയാൻ കഴിയോ? നിങ്ങളുടെ വീടിലോ അകത്തലങ്ങളിലെ ഫർണിച്ചറിന് എത്ര ലക്ഷമാണ് നിങ്ങൾ ചെലവഴിച്ചു എന്ന് പറയാൻ കഴിയോ? പറയ്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വാചക കസർത്ത് നടത്തിയ ആളാവുന്നത്? താങ്കളുടെ വീട് ഒന്ന് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയോ? താങ്കളുടെ വീടിന്റെ സമ്പത്തും അതിന്റെ പ്രൗഢിയും അതിനുവേണ്ടി നിങ്ങൾ അടിച്ച ദൂർത്താക്കിയ പണവും എത്രയാണെന്ന് പറയാൻ കഴിയോ? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വീട് വേണ്ടിവരും. അവനവന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭാര്യയും പെണ്ണുങ്ങളും വേണ്ടിവരും. അത് ഇസ്ലാം നിർദ്ദേശിക്കുകയും ഇസ്ലാം അനുവദിക്കുകയും ചെയ്ത രൂപത്തിലൊക്കെയാവാം. വിമർശനം നടത്തുമ്പോൾ അതിന് മര്യാദ വേണ്ടേ? വിമർശനം നടത്തുമ്പോൾ ഇസ്ലാമികമായ മാനദണ്ഡം നോക്കണ്ടേ? ഇതൊക്കെ നോക്കിയിട്ടാണ്ടേ പിന്നെ കുത്തിപ്പൊളിച്ചിന വർത്താനം, ബിസിനസിന്റെ വർത്താനൊക്കെ. കുറച്ചു കാലം ഗൾഫിൽ നിന്നപ്പോ അറബിയിലൊക്കെ അറബിയുടെ കച്ചവടത്തിന്റെ വലിപ്പ്, മേശയുടെ വലിപ്പ്, അതെത്ര ആരൊക്കെ കുത്തിപ്പൊളിച്ചു, ഇതൊന്നും ഒരു ഇസ്ലാമിക വേദിയിൽ പറയണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമല്ല. ഗൾഫിൽ എത്ര കാലം നിന്നു എന്നതും ഏതൊക്കെ കുത്തിപ്പൊളിച്ചു എന്നതും എവിടെയൊക്കെ കീസിലിട്ട് പോന്നു എന്നതും മുമ്പ് നിന്നിടത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ അതൊന്നും ഇപ്പോൾ ഒരു ഇസ്ലാമിക വേദിയിൽ അങ്ങനെ ചർച്ചയ്ക്ക് വിധേയാക്കണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം അതിലേക്ക് ഇറങ്ങണില്ല. പക്ഷെ ഒന്നുണ്ട്, ഞങ്ങൾ പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ അത് പറയിപ്പിക്കണ്ടെന്ന് തന്നെയാണ്. നിങ്ങൾ പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ ചെള്ളി ചാടിയ ചട്ടിക്കാന്നും ഞങ്ങൾക്കറിയാം. കാരണം അതൊക്കെ ഞങ്ങൾക്ക് അനുഭവമുള്ളതും ബോധമുള്ളതുമാണ്. എന്നിട്ട് ഇയാൾ പറയാ സത്യം ഞങ്ങൾ പറയുള്ളൂ. സത്യം എന്താണെന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലേ ചേളാരി കമ്പനിയിൽ നേതാവാകാൻ പറ്റൂ. ഇങ്ങനെ പറയുമ്പോഴേ താങ്ങാൻ ആളെ കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇയാൾക്ക് തോന്നി ഇനിയിപ്പോ ചേളാരി കമ്പനിയിൽ ആരാപ്പ നേതാവുള്ളേ? കാരണം എന്താ, ചെറുശ്ശേരി മൗലിയാർ നിന്ന് വേളറിയുമ്പോഴും റഹ്മത്തുള്ള മൗലവി ഇരുന്ന വേളറിയ. കാരണം ഷെയ്ഖുന ഇയാളെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയിപ്പോ ശംസുലുമക്ക ഇരുന്ന ഗസാലിക്ക്, കണ്ണിയത്ത് ഉസ്താദ് ഇരുന്ന ഗസാലിക്ക് നമ്മൾ തന്നെയാണ്. അതിനുള്ള യോഗ്യത എന്താ? നന്നായി തോന്നിയാസം പറയണം. എന്നിട്ട് ഇയാൾ പറയാ ശംസുലുമയും കണ്ണിയത്ത് ഉസ്താദും പോയി എന്ന് കരുതി ആരും നിങ്ങൾ ആ വിഷയം നടക്കുന്നു കരുതണ്ട. അതിനൊക്കെ ഇവിടെ അവരുടെ ജീവിതത്തിൽ നിന്ന് പാട് ഉൾക്കൊണ്ട ആൾക്കാരുണ്ട്, നമ്മളുണ്ട് എന്നാണ് അല്ലാഹു. അതിന് ഒരു ശംസുൽ ഉലമ നഷ്ടപ്പെട്ടു, ഒരു കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുമുല്ലാ, ഒരു നാട്ടിക മൂസ മുസ്ലിയാർ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അതോടുകൂടെ ഇനി ആ സാമ്രാജ്യത്തിൽ കയറിയിരിക്കാമെന്നൊന്നും കരുതണ്ട. ആ മഹത്തുക്കളായ ആരിഫീങ്ങളും നേതാക്കളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ജനത ആ കർമ്മം നിർവഹിക്കുക തന്നെ ചെയ്യാം. നമ്മളുണ്ട് ഇവിടെ ആ സാമ്രാജ്യത്തിൽ, നമ്മളുണ്ട്. ആര്? ഞാൻ ആലോചിച്ചാണ് ശംസുലമന്റെ പേരും ഈ സാധുവിന്റെ പേരും ഒരു തൊള്ളോണ്ട് പറയാൻ പറ്റുമോ? ആ പണ്ഡിതനൊക്കെ സമൂഹത്തിലെ ആദരണീയ വ്യക്തിത്വമാണ്. ശംസുലമയുടെ മുമ്പിൽ ഒരു മുസ്ലിം ചെന്നാൽ തന്നെ വക്കാറിന്റെയും ഹൈബത്തിന്റെയും പ്രൗഢി കൊണ്ട് ബഹുമാനത്തിന്റെ അങ്ങേയറ്റത്തിൽ തലതുനിക്കുന്ന ഒരു വക്കാറ്, ഒരു ഹൈബത്ത്, ഒരു പ്രൗഢി എന്തായിരുന്നു ശംസുലമയുടെയും കണ്ണിയത്തുസ്താദിന്റെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്? ആ സ്ഥാനത്തേക്ക് വെക്കാൻ പറ്റിയ കോലം നോക്കാൻ നിങ്ങൾ അല്ലേ? മര്യാദക്കൊരു ശംസുലമന്റെ കോലം വേണ്ട, മര്യാദക്കൊരു തലീകെട്ട് മുഴിച്ച് കെട്ടിക്കൂടെ? ഇങ്ങനെ ഒരു ആലിമിനെ കണ്ടിക്കണങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് തലീകെട്ടണ്ടേ? ഞാനിപ്പോ ഈ ഇട്ട ക്ലിപ്പുകൾ നോക്കാൻ നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഞാൻ ഇയാളെ തലീകെട്ട് ഒഴിവാക്കിയതൊന്നല്ല. ഏത് കേസറ്റ് പരിശോധിച്ചാലും എന്തുണ്ടാവും? തുടങ്ങുമ്പോണ്ടാവും തലയിൽ ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു ടവ്വൽ. ഇതുമ്മ കഴിഞ്ഞു. ശംസുലമന്റെ ഇയാൾക്ക് അത് സുന്നത്താണ്, വളരെ പുണ്യമുള്ള കാര്യം ചെയ്യേണ്ടതാണ്. അത് ചെയ്യാൻ ഒരു പണ്ഡിതന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം കിട്ടേണ്ടതുമാണ്. എന്നാലും പ്രസംഗിക്കുമ്പോ ചിലപ്പോ വല്ലാതെ ചൂടെടുക്കുമ്പോ തലപ്പാവ് അയച്ചു വെക്കേണ്ടി വരും, തൊപ്പി തലപ്പാവ് കഴിച്ച് തൊപ്പിടേണ്ടി വരും. അതൊന്നും വിമർശിക്കേണ്ട വിഷയമല്ല. പക്ഷേ ഇത്ര വലിയ ഒരു ശംസുലമയൊക്കെ പിന്നാഗാമിയായിട്ട് ശംസുലമ നടന്ന ആ തലിക്കെട്ടും താടിയൊന്നും മര്യാദയ്ക്ക് വെച്ചുകാണ്ടൊരു പാടവൽ ഉൾക്കൊണ്ടിട്ടില്ലേ? ഏത് പാടവൽ ഉൾക്കൊണ്ട് ആണ് നോക്കി നിങ്ങൾ പരിപാടി തുടങ്ങുമ്പോ അങ്ങനെ ഒരു ടവലൊക്കെ ഇട്ട് മട്ടത്തിലിരുന്ന് പരിപാടിയിൽ തുടങ്ങിയാൽ പിന്നെ അതാണ് അതൊരു ചൂടുമ്പോയ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട റഹീം സാഹിബും ഇസ്മായിൽ വഫ സാഹിബൊക്കെ ഒരു ആലിമിന്റെ മുന്നിലേക്ക് ഒരു സദസ്സ് ഇക്കോലത്തിൽ വരുന്ന നിങ്ങൾ കണ്ടുക്കണം. പണ്ഡിതന്മാര് നമ്മളെ കൂട്ടത്തിലെ ഉമറാക്കളും വിദ്യാഭ്യാസ പ്രവർത്തകന്മാർ വരെ ആ SSFന്റെയും ഒക്കെ ശൈലി എന്താ?
ഇതന്നെയും കിട്ടണ്ടേ? എന്നിട്ട് ശംസുലമന്റെ പകരം എന്നിട്ട് ഇയാൾ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഉടുക്കുന്ന വെള്ളവസ്ത്രവും അതുപോലെ നമ്മുടെ തൊപ്പിയൊക്കെ എന്താണ്, അത് റസൂലുള്ളാഹിൽ നിന്ന് നമുക്ക് കിട്ടിയ നിയമത്താണ്. പണ്ടൊരു മൗലവി പറഞ്ഞില്ലേ, നല്ല എരുള്ള കൂട്ടാൻ കൊണ്ടുപോയി കൊടുത്തപ്പോ ഒന്ന് തൊട്ടൂട്ടി, വലിയ തൊള്ളക്ക് മട്ടം കിട്ടണില്ല, പക്ഷെ കൂട്ടാതെക്കാനും വയ്യ, നല്ലതല്ലാത്ത അഭിപ്രായം പറയാനും വയ്യ. അപ്പോ വീട്ടുകാരൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മൗലവി കൂട്ടാന്? കുഴപ്പമൊന്നുമില്ല, മൗലവിക്ക് വേണ്ട എന്ന മാതിരി തൊപ്പിയൊക്കെ റസൂലുള്ളാഹിന്റെ കയ്യിൽ കിട്ടിയ നിയമം തന്നെയാണ്. തനീക്കട്ടും അങ്ങനെ തന്നെയാണ്, മൗലവിക്ക് വേണ്ട എന്നുള്ളടുത്ത കാസിമി നിന്റെ കയ്യിൽ വരാ പൊന്നും ഇതെല്ലാം നിങ്ങൾ വെള്ളക്കുപ്പായിട്ടത്, തൊപ്പിയിട്ടത്, ഇതെല്ലാം ഇന്ന് സുബഹി നമസ്കരിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, എല്ലാം ഇന്ന് രാവിലെ ചെനിപ്പണിഞ്ഞത്, എല്ലാം വസ്ത്രമണിഞ്ഞത്, എല്ലാം ഹബീബിന്റെ കയ്യാൽ വന്നതാകുന്നു. ഇതൊക്കെ നിയമത്താ. പക്ഷെ ഞമ്മക്ക് വേണ്ട. ഞമ്മക്കത് വേണ്ടത് എന്താ? തുടങ്ങുമ്പോ ഇങ്ങനെ ആളെ പൊട്ടീസാക്കാനും പിന്നെ ഫ്ലക്സ് ബോർഡും ഒക്കെ. ഇവിടെ രണ്ടോടത്തും വിറ്റ. ഇതല്ലാതെ ബഹുമാനപ്പെട്ട ശംസുല്ലയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ ഇവിടെ കാണിച്ചു വന്ന ഒരു പണ്ഡിത സംസ്കാരം എന്താണ്? അത് ഈ രൂപമാണോ? എന്നിട്ട് ഇങ്ങനെയൊക്കെ ആലിമ്യങ്ങളെ തെറി പറയാൻ തയ്യാറായപ്പോ ഇയാളെ കുറിച്ച് പറയാ, ജീർണതകളിൽ നിന്നൊക്കെ ജനങ്ങളെ നന്നാക്കുന്ന പണി അയാൾക്ക്. ഇയാളെ ഖുർആൻ ക്ലാസ് കൊണ്ട് ഒരുപാട് ആൾക്കാർ ജീർണതയിൽ നിന്ന് നന്നായി. ജീർണതയുടെ കരിമ്പടം പുതച്ച് അധാർമികതയുടെ അഗാധതയിൽ ജീവിക്കുന്ന ആയിരങ്ങൾ ധർമ്മബോധത്തിന്റെ സുന്ദര തീരത്തേക്ക് തുഴഞ്ഞെടുക്കും. ഉസ്താദിന്റെ പഠന പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ എത്തുന്ന ആയിരങ്ങൾ. അങ്ങനെ അടുക്കണമെങ്കിൽ എന്ത് വേണം? പറയുന്ന കാര്യം സമൂഹത്തിൽ പ്രസരിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യാൻ കഴിയണ്ടേ? ഇയാള് എല്ലാ സമയത്തും പരമാവധി തലപ്പാവും തൊപ്പിയിട്ട് നടക്കണമെന്ന് പറഞ്ഞ കൗമ എങ്ങനെ വിലയിരുത്തുക? എന്നിട്ടോ വലിയ രസമുണ്ടായി. ഇയാൾ മമ്പാട് ടൗണിലെ പള്ളിയിലാ ഖുതുബോധുന്നത്. അതിങ്ങനെ മാസത്തിലൊരുക്ക വന്ന് 5 ശമ്പളം വാങ്ങി, അങ്ങനെ അത് വേറെ സുഖാണ്, ഇരിക്കട്ടെ. ഇങ്ങനെ അവിടുന്ന് ഒരുക്ക പ്രസംഗിച്ചു. കാരണം ഈ ലോകകപ്പൊക്കെ വരുമ്പോ നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാർക്കൊരു പരിപാടി, ഈ ബ്രസീലിന്റെ അർജന്റീനന്റെ ഒക്കെ ഫ്ലക്സ്, കളിക്കാരെ ഫോട്ടം വെച്ചിട്ട് ഫ്ലക്സ് ബോർഡ് വെക്കും. അപ്പൊ ഇയാൾ വലിയ ആദർശവാദിയായി പ്രസംഗിച്ചു. അതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഫ്ലക്സ് ബോർഡിൽ ചിത്രം വരച്ചു കണ്ടുള്ള പരിപാടിയൊന്നും പറ്റൂല, ഭയങ്കര പ്രസംഗം. അങ്ങനെ തൽക്കാലം എന്തായാലും ഒരു മൂല്യര് പറഞ്ഞല്ലേ, ചില ചെറുപ്പക്കാരൊക്കെ അത് ഒഴിവാക്കി. സുബ്ഹാനല്ലാഹ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മർക്കസിന്റെ ഫ്ലക്സ് ബോർഡ് AP സ്റ്റാൻഡിലേക്ക് ഒരു ചിത്രം വെക്കാൻ തീരുമാനിച്ചാൽ പിന്നെ കൂട്ടരെ ഇങ്ങളെ കൗമിന്റെ മോത്ത് പോക്കോ ഈ സമുദായം. പക്ഷെ നമ്മളെ ശൈലി അതല്ലാത്തതുകൊണ്ട് നമുക്ക് മർക്കസിന്റെ സമ്മേളന ബോർഡിന് എത്ര ബിൽഡിംഗ് വെക്കാൻ, എന്നാൽ തന്നെ ഫ്ലക്സ് മർക്കസിന്റെ സ്ഥാപനം ബാക്കിയ ഫ്ലക്സ് ഫുള്ളായാലും ഇതപ്പൊ നമ്മളെ കഥ. എന്നാൽ നിങ്ങൾക്കോ പട്ടിക്കാട് ജാമ്യന്റെ സമ്മേളനത്തിൽ എന്തൊരു ആദാബ വിലക്കാതെ ഒരു മര്യാദക്കുള്ള മനുഷ്യനെ വെക്കാനില്ല. എന്നാ പിന്നെ 4 ഒരു ബിൽഡിംഗ് കാട്ടാൻ അതുമില്ല. പിന്നെങ്ങനെ ഈ കുശുമ്പും പറഞ്ഞ് നടക്കുക? ഒന്നുമില്ലെങ്കിൽ പിന്നെ അതാണല്ലോ. നമ്മളെ നാട്ടുകൂടെ ഒരു ചൊല്ലുണ്ട്, ഈ പുല്ലുട്ടിയിൽ പട്ടിനെ കെട്ടിയ മാതിരി. പുല്ലുട്ടി എന്നാൽ ഈ പശുവിന്റെ കാലിൽ പുല്ലിട്ട് കൊടുക്കുന്ന സ്ഥലം. അവിടെ കൊണ്ടുപോയി ഒരു പട്ടിനെ കെട്ടിയാൽ പട്ടി ഏതായാലും പുല്ലുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാ. എന്നാ പിന്നെ ഈ തിന്നണ മൂരിനെ തിന്നാനായിക്കണ്ട അതും ചെയ്യൂലെങ്കിൽ മുടക്കിയാളാകരുത്. സംഗതി ഖൈറ് ചെയ്യുന്നവരെ കൂടെ നിൽക്കുക. ഖൈറ് ചെയ്യുന്നവരുടെ കൂടെ നോളി, അതിൽ വേറെ സംഗുയത്വം നോക്കണ്ട. തിന്മാര് ചെയ്താലും കൂടെ നിൽക്കണ്ട. അതാണ് ഇസ്ലാം പറയുന്നത്, അതാണ് ഖുർആൻ പറയുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ ഇയാൾ പ്രസംഗിച്ചു. കുട്ടികളെ ചിലവരൊക്കെ ഫ്ലക്സ് ബോർഡ് എടുത്തു വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ മൗലവി, നമ്മളെ റഹ്മത്തുള്ള മൗലവിന്റെ ഫ്ലക്സ് ഉണ്ട്, ഇങ്ങനെ നല്ല തൊപ്പിയൊക്കെ ഇട്ട് അയാളെ കണ്ണുമോറൊക്കെ വെച്ച് ഇങ്ങനെ മമ്പാട്ടം കാണി. അപ്പൊ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾ വെച്ച ഫ്ലക്സുമൊക്കെ നോക്കാൻ തന്നെയാണ് ഒരു മട്ടണ്ടേ, ഇതിപ്പോ അതുമില്ലല്ലോ, എന്നാ പിന്നെ നമ്മൾ തന്നെയാ നല്ലതാണ് എടുത്തു വെച്ചു. എങ്ങനെയാ റോട്ടുമൊക്കെ തന്നെ എടുത്തു വെച്ചു? ഞാൻ ചോദിക്കട്ടെ, ജീർണതയിൽ എങ്ങനെയാ സമുദായം രക്ഷപ്പെടുക? എങ്ങനെയാ രക്ഷപ്പെടുക? പക്ഷേ കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞ സന്തോഷത്തിൽ നിങ്ങൾ ആളാക്കാൻ നോക്കുക. അതിന് നമുക്ക് പരാതിയൊന്നുമില്ല, നമുക്ക് അയാൾ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് പറഞ്ഞ് ഇയാൾക്ക് മഹലിൽ ഒരു വയല് പറയണമെങ്കിൽ തന്നെ മഹലിൽ ആൾക്കാർ കാലങ്ങളോളം കാത്തുക്കാണ്. ഇയാൾ വയലൊന്നും പറയണ്ട, മര്യാദയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയുടെ ശമ്പളം വാങ്ങണ്ടല്ലോ, കൊത്തുപോതി പോയാൽ മതി. അതും കൂടി ഇല്ല, അതും കൂടി ഇല്ല. പോട്ടെ, അതിൽ നമ്മൾ ഇടപെടണ്ട. എന്നാ നോക്കുങ്ങള്, സ്വന്തം മാനില് മാസങ്ങളോളായി വയലറിയാൻ കാത്തുക്ക അല്ല. ഇയാൾ കഴിഞ്ഞ റമളാനില് അവിടെ 3 ദിവസത്തെ വയൽ വെച്ചു മമ്പാട്ടം കാണി. ആമുഖം തന്നെ പറയുന്ന എന്താ, നിങ്ങള് ലോകത്തെല്ലോടത്തിന്റെ വയലിന് വേണ്ടി കോഴിക്കോട്ട് കാള് വരാം, നിങ്ങളെ മമ്പാട്ടുന്ന ആർക്കും ഇത് വരാനാവൂലാനുള്ള ചൂടാകല. അതൊക്കെ കേൾക്കുമൽക്കല്ലേ അറിയുള്ളൂ. ഈ സാധുക്കൾ ഈ ഈങ്ങാപ്പോയിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മദ്രസന്റെ ഉള്ളിൽ കുതിർക്കണ ഈ പോയത്തക്കാർക്ക് മമ്പാട്ട് ഇറക്കണ എന്താ അറിയോ? അതൊക്കെ ഒന്ന് അങ്ങാടിയിൽ വന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ഇയാളെ കുറിച്ച് പറയുന്ന നോക്കാൻ നിങ്ങൾ ഇയാളെ മധുവ
ഉസ്താദിന്റെ ക്ലാസിന്റെ പ്രശസ്തി നാനാദിക്കിലും പരക്കുകയും സ്വന്തം മഹല്ലിൽ ഉസ്താദിന്റെ ഒരു പരിപാടിക്കായി മാസങ്ങൾക്ക് മുമ്പേ തന്നെ കാത്തുനിൽക്കുന്ന ദീനീ സ്നേഹികളുടെ കാഴ്ചയും അവരുടെ ഉറക്കം കെടുത്തി. ഇതൊക്കെ നാട്ടിൽ അവനാന്റെ നാട്ടിൽ അടുത്ത മാസം ആദ്യം ഒരു ഡേറ്റ് കൊടുത്താൽ പോരെ, വേണമെന്ന് കരുതിയാക്ക നടക്കൂലേ? അപ്പൊ വെറുതെ പറഞ്ഞു പ്രചരിപ്പിക്കും. എന്നിട്ട് ഉസ്താദിനെ പറ്റി വലിയൊരു പോലീസ് എന്താ, ഉസ്താദിന്റെ നാവെന്ന് നല്ലതല്ലാതെ ഒന്നും സമുദായം കേൾക്കൂല. ആ അഖില ലോക ന്യൂ ഇയർ ബടായി ഒന്ന് കേട്ടു. ജനലക്ഷങ്ങൾക്കറിയാം ഉസ്താദിന്റെ നാവിലൂടെ ഒഴുകിയെത്തുന്നത് അറിവിന്റെ ബഹറാണെന്ന്. ദീനിനോ സമൂഹത്തിനോ നല്ലതല്ലാത്ത ഒരു വാക്കുപോലും ഉസ്താദിന്റെ ക്ലാസ്സിൽ മുഴങ്ങിയിട്ടില്ല. അതേ അയാളെ നാക്കിന്ന് മുഴങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കാവലൊരു തബ്ലീഗ് ഉണ്ടായത്. എന്നിട്ടോ അതിന്റെ പേരിലാണ് ചില സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അത് കാന്തപുരം ഉസ്താദിന്റെ ഔദ്യോഗിക പത്രമല്ല, SYSന്റെയോ SWന്റെയോ പത്രമല്ല, അത്തരം ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചില ലേഖകന്മാരും പത്രപ്രവർത്തകരും അത് എഴുതി. അതിന്റെ പേരിൽ ഇയാൾ എന്ത് ചെയ്തു? നന്നായി തെറി പറഞ്ഞു. അതിന്റെ ആമുഖം എന്താണ്? ഇയാൾ പറയുന്നത് എനിക്ക് തബ്ലീഗ് ജമാഅത്തുമായി ഒരു ബന്ധമല്ല. ബന്ധമുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നി. അപ്പോൾ ആ പട്ടിക്കാട് സമ്മേളനത്തിൽ ഇയാളെ തബ്ലീഗ് പറയാൻ ഏൽപ്പിച്ചത്, പറഞ്ഞത് മുഴുവൻ ഏൽപ്പിസ്ഥാൻ. ഇവനെല്ലാ പരിപാടിയും അങ്ങനെയാണ്. ഇപ്പൊ അതിന്റെ വാർഷികം വരെയാണ്. ഈ ഏൽപ്പിസ്ഥാനെ തെറി പറഞ്ഞതിന്റെ വാർഷിക പാടാർക്കണേ. അതുകൊണ്ട് അവർ രണ്ടാമത്തെ ഒരു ഫ്ലക്സ്, ഒരു ബോർഡുമ്മ ഒരു ബിൽഡിംഗ് കാണിക്കാൻ കഴിയാത്ത. പിന്നെ ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഈ പോസ്റ്റ്മാനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായി ഈ പോസ്റ്റ്മാൻ ഉള്ളതുകൊണ്ട് ആ മദ്രസന്റെ പഴയ അഡ്രസ്സൊക്കെ ഇങ്ങനെ ഈ പോസ്റ്റർ അയച്ചു കൊടുക്കാലോ. അതങ്ങനെയാണ്. പണ്ട് പിന്നെ അംഗീകാരം പിൻവലിച്ച മദ്രസക്ക് ഇപ്പോഴും അൽമോലിമ വരുന്നുണ്ട്. അത് സമസ്ത രണ്ടായ കാലത്തിന്റെ വേറെ ഇന്ന മദ്രസ ഇതൊക്കെ കമ്പ്യൂട്ടർ ഒന്ന് തട്ടിക്കൂട്ടി ശരിയാക്കി തന്നവന്മാരെ. ഇപ്പോഴും ഓരോ അൽമോലിമ ഇങ്ങനെ വെറുതെ പറഞ്ഞു വെക്കാട്ടോ, ഇങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വരാട്ടോ, ഞാനാണ് നമ്മളെ മേരത്തേക്ക് ഇങ്ങനെ വരാ ഇരിക്കട്ടെ. അങ്ങനെയാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് എനിക്ക് തബ്ലീഗ് ജമാഅത്തുമായി ബന്ധമല്ലാണ്. അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇയാൾക്ക് എല്ലാ അവാന്തര വിഭാഗങ്ങളുമായി അവിഹിത ബന്ധമുണ്ട്. ായി തന്നെ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എന്നാൽ സമുദായത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളുമായി അയാൾക്ക് ബന്ധമുണ്ട്. അതിന്റെ ഉദാഹരണമായിരുന്നു കാവനൂർ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇയാൾ മമ്പാട് അങ്ങാടിയിലെ ഒരു പള്ളിയിൽ ജോലി ചെയ്യും. ആ ജോലി ചെയ്യുമ്പോൾ കാലങ്ങളോളം അതിന്റെ സെക്രട്ടറി ആയിരുന്നത് ഒരു നൂരിശ ത്വരീഖത്തുകാരനാണ്. ആ ത്വരീഖത്തുകാരൻ ഞാൻ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലാതെ അയാൾ കമ്മിറ്റിയിൽ നിന്ന് മാറിയിട്ടില്ല, മാറ്റാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയോ ഇയാളുടെ കമ്മിറ്റിയിലെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി മെമ്പർ, ആ കമ്മിറ്റി മെമ്പർ തബ്ലീഗ് ജമാഅത്തായി. എന്തേ കാരണം? ഇദ്ദേഹം ഖുതുബോദിയതാ. ഇയാൾ വെള്ളിയാഴ്ച പ്രസംഗിച്ചതാ. പ്രസംഗം ജനകീയായപ്പോ കമ്മിറ്റിക്കാരൻ തബ്ലീഗായി ഇല്ലേ? എന്നിട്ടോ പലപ്പോഴും ഇയാളുടെ മൗനാനുവാദം. ഈ അടുത്ത ദിവസം അമ്പാട്ടങ്ങാടിയിൽ വെച്ച് ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായി സംസാരിച്ചു. അയാൾ നൂരിശ ത്വരീഖത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ സംഘടനക്ക് വേണ്ടി പറയാം. ഞാൻ ആ ത്വരീഖത്ത് പെട്ടിട്ട് എന്നോട് കാസിമി പറഞ്ഞ് ഈ നിൽക്കുന്നോട് തന്നെ നിന്നോണാണ്. ഇങ്ങനെ ഇനി നിങ്ങൾ നോക്ക്, കാവനൂരിൽ ഇയാളുടെ ക്ലാസ് കൊണ്ട് തബ്ലീഗ് ഉണ്ടായപ്പോ കോട്ടുമല വാപ്പൂലെ ഒരു ഖണ്ഡനത്തിന് വന്നു. എല്ലാ മാസങ്ങളിലും ക്ലാസ്സിന് പോകുന്ന ഈ സാധു ആ ഖണ്ഡനം നടക്കുന്ന വേദിയിൽ ഇയാൾ വരണ്ടേ? വന്നില്ല. ഇയാളുടെ മഹല്ലത്തിൽ കുറെ ആളുകൾ തബ്ലീഗായി. അപ്പോൾ അവിടുത്തെ ചേളാരി കമ്പനിയിലെ ചിലര് കഴിയുന്ന മാതിരിയൊക്കെ തബ്ലീഗിനെ എതിർക്കാൻ ഒരു പരിപാടി വെച്ചു, അമ്പലക്കടവിലെ പൈസനെ വിളിച്ചിട്ട്. എന്നാ ആ സ്വന്തം മകനിൽ നടക്കുന്ന പരിപാടിക്ക് ഇയാൾ വരണ്ടേ? വന്നില്ല. ഇനിയോ സഹോദരന്മാരെ, അവിടെ വഹാബികൾ വന്നിട്ട് വാഴ്ന്നു പറഞ്ഞു, കാസിമിയുടെ ക്ലിപ്പുകൾ ഇട്ടിട്ട് മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനും തകർക്കാനും ശ്രമിച്ചു. എന്നാ അന്ന് അയാൾ അങ്ങാടിക്ക് ഇറങ്ങിയതൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? പോകട്ടെ, തൊട്ടടുത്ത വെള്ളിയാഴ്ചയിലെ ജുമാക്ക് പറയണ്ടേ? പറഞ്ഞില്ല. ആ വെള്ളിയാഴ്ചയും പിറ്റത്തെ വെള്ളിയാഴ്ചയും ജുമാക്ക് കുത്തുബോധാൻ തന്നെ വന്നില്ല. ഈ അവിഹിത ബന്ധങ്ങളല്ലേ ഇതൊക്കെ? അല്ലെങ്കിൽ താങ്കൾ പറയും, താങ്കൾക്ക് എങ്ങനെയാണ് ഈ അവാന്തര വിഭാഗങ്ങൾ താങ്കളുടെ മഹല്ലിലും താങ്കളുടെ ക്ലാസ് നടക്കുന്നിടത്തും താങ്കൾക്ക് ഭക്ഷണം തരുന്നിടത്തും പിടിമുറക്കിയപ്പോൾ താങ്കൾ അതിലെന്ത് ചെയ്തു എന്ന് പറയും. എന്നാലേ നിങ്ങളുടെ ബന്ധമുണ്ടോ എന്നോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ്. എന്നിട്ടോ അങ്ങനെ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധം
ഉണ്ട് എന്ന് സ്ഥാപിച്ചപ്പോൾ അതിന് മറുപടി ഇല്ല എന്ന് പറയല്ലാതെ അത് ഇല്ല എന്നത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ ചെയ്ത പണി AP ഉസ്താദിനെ നന്നായി തെറി പറഞ്ഞു. ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർക്ക് സനത് കൊടുക്കുന്ന സമ്മേളനത്തിൽ ഈ സാധു വേലറിഞ്ഞിട്ട് ഉളുപ്പെങ്ങനെയായി എഴുതല് പഠിപ്പിച്ച ആന്ന് കേട്ടോ. വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദീന സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അത് വേറൊരു കൗമാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ വാക്കിൽ അവിവേകമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ക്ഷമിക്കണമെന്ന് വളരെ വിനയത്തിലും താഴ്മയിലും ഞാൻ അപേക്ഷിക്കുകയാണ്. തെസ്കിയത്താണ് ദീന്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പ്രധാനമായി ഉണ്ട് 2 ശുദ്ധിയാണ്. ഒന്ന് ലൈംഗിക ശുദ്ധി, ഒന്ന് സാമ്പത്തിക ശുദ്ധി. അതില്ലാത്ത ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. മനസ്സിലായില്ലേ? ഒരു ഇസ്ലാമിക വേദിയിൽ ഇത്തരം ശുദ്ധികളൊക്കെ വിലയിരുത്തുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ധാർമ്മികമായ പ്രശ്നം. മൂത്തേടത്തെ അംസാജി എന്ന് പറയുന്ന ആളുടെ ശുദ്ധിയും മകന്റെ ശുദ്ധിയും വീട്ടിന്റെ ഉമ്മരത്തുള്ള പീഡക്കൊലയും ചോദിച്ചാൽ പറയില്ലേ? ആ നാട്ടുകാർ പറഞ്ഞത് ക്ലിപ്പ് ഞങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ലേ? പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു അംസാജി ഏറുവാടിക്ക് സിയാറത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഖൈറും ഷെറും പറയേണ്ടത് ഞങ്ങളല്ല, അതൊക്കെ അടുക്കളയിൽ അടിച്ചു വരാൻ വരുന്ന സ്ത്രീകൾ പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ശുദ്ധി പറയലും അത് പ്രബോധനം ചെയ്യലുമല്ല ഞങ്ങളുടെ ഇസ്ലാമിക വേദിയിലെ ഞങ്ങളുടെ ഡ്യൂട്ടി. പിന്നെയോ സ്വന്തം എളാമാക്കൊരു പെൺകുട്ടി ഉണ്ടായി, ചെലവിന് കിട്ടാത്തതിന്റെ മേലിൽ കേസ് കൊടുത്ത് അവസാനം പെൺകുട്ടിയെ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. അവസാനം 1 മാസം നിന്ന് എനിക്ക് വാപ്പാന്റെ ഭാര്യയാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വന്തം പെങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഏതെങ്കിലും മുസ്ലിം കുടുംബത്തിലെങ്കിൽ അത് പറയേണ്ട വേദിയല്ല ഇസ്ലാമിക വേദി. കാസിമി പറയിപ്പിക്കണ്ട, ഞങ്ങൾ പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ അതൊരു വർത്തമാനമാണ് കാസിമി, അതൊരു വാക്കാണ് കാസിമി. ഈ നിങ്ങൾ പറയും, ഞങ്ങൾ പറയണോ? പക്ഷേ അത് പറയാൻ ഞങ്ങളുടെ നേതാക്കളും ഞങ്ങളുടെ സംഘടനയൊന്നും ഇത്തരം അജണ്ടകൾ പേറി നടക്കുന്നവരല്ല. ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഞങ്ങളുടെ അജണ്ടയല്ല. പക്ഷേ ശുദ്ധി പറയേണ്ടി വന്നാൽ ഞങ്ങൾക്കത് പറയേണ്ടി വരും. ഇതൊക്കെ എളാമേതാ ബാപ്പേതാ പെങ്ങളേതാന്നൊക്കെ സമൂഹത്തോട് പറയേണ്ടി വന്നാൽ അത് പറയേണ്ടി വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഒരു ആൺകുട്ടിയുണ്ട്. അതിനെ ചെറുപ്പത്തിലെ ഖുർആൻ പഠിപ്പിക്കാൻ വിട്ടു. അതാദ്യമായി അത് ദർസിൽ പോയി ബഹുമുഖ വിദ്യാഭ്യാസം പഠിച്ചു. ഈജിപ്തിൽ നിന്ന് അസ്ഹരി ബിരുദം നേടി, മർക്കസിൽ നിന്ന് സഖാബി ബിരുദം നേടി. ഇന്ന് ആഗോള ഇസ്ലാമിക ചലനങ്ങളിൽ ആ പണ്ഡിതൻ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അതേസമയത്ത് കരുവാരക്കുണ്ട് മാനൂരേര മകൻ വൈകുന്നേരമായ ചുടുവെള്ളം കുടിച്ച് കാല് നാനാലുമലാന്ന് പറയാൻ ഞങ്ങളുടെ വേദി ഞങ്ങൾക്കതിന് പര്യാപ്തമായതല്ല. അത് പറയാനല്ല ഞങ്ങളുടെ വേദി, അത് പറയാൻ ഞങ്ങളുടെ അജണ്ടയുമല്ല. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ പറയിപ്പിക്കരുത്. ഇനിയോ സാമ്പത്തിക ശുദ്ധി നോക്കിക്കോളിങ്ങൾ. കണ്ടില്ലേ, ഇത് മനോരമ ദിനപത്രമാണ്, ഏതെങ്കിലും മഞ്ഞപത്രമല്ല. ആധികാരികമായ കേരളത്തിൽ ഒരു ദിനപത്രം. ആ ദിനപത്രത്തിൽ കണ്ടങ്ങള് ഗ്രന്ഥം നിറയെ സ്വർണ്ണ നാണയം. നിങ്ങളെ സാമ്പത്തിക ശുദ്ധിന്റെ ഒരു സാമ്പിൾ കണ്ടോളി. ഗ്രന്ഥം നിറയെ സ്വർണ്ണ നാണയം. എന്താ സംഭവം? കോഴിക്കോട് ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന അങ്ങാടിപ്പുറം സ്വദേശി അബ്ദുള്ള മൗലവിയിൽ നിന്ന് കസ്റ്റംസ് അധികൃതർ 4.25 ലക്ഷം രൂപ വരുന്ന 193 സ്വർണ്ണ നാണയങ്ങൾ പിടിച്ചെടുത്തു അബ്ദുള്ള മൗലവിയിൽ നിന്ന്. എപ്പോഴാ സംഭവം? മലയാളത്തിൽ നേരായ മാർഗത്തിന്റെ ചരിത്രം എന്നർത്ഥമുള്ള 10 വാല്യങ്ങളുള്ള ഒരു ബൃഹദ് അറബി ഗ്രന്ഥത്തിന്റെ ശേഖരത്തിന്റെ ചട്ടക്കുള്ളിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു ഈ നാണ്യങ്ങൾ. ഗ്രന്ഥത്തിന്റെ പുറംചട്ടക്കുള്ളിൽ 10 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയുമുള്ള ഒരു ചാലുണ്ടാക്കി അതിൽ നാണയങ്ങൾ പതിച്ച കറുപ്പ് നിറമുള്ള ടേപ്പ് ഒട്ടിച്ച് അതിനു മുകളിൽ മറ്റൊരു ഷീറ്റ് ഒട്ടിച്ചിരുന്നു. കവറിനുള്ളിൽ ഇങ്ങനെയൊന്ന് ഉണ്ടെന്ന് ആർക്കും സംശയം ഉണ്ടാവില്ല. ഒരു മൂല്യർ അജ്ജയിഞ്ഞു വരിക. മൂല്യർ ഏതാണ്, അഡ്രസ്സും നാടും ഉപ്പയങ്ങൾ പറയുന്നില്ല, സൂചന. കുറച്ചൊക്കെ ബുദ്ധിയുള്ളവര് കണ്ടു തന്നെ അറിയും, കൊള്ളാൻ നിൽക്കൂല. അതുകൊണ്ട് ഇവിടെ ചുരുക്കാൻ നോക്ക്. സംഭവം മുൻകൂട്ടി സൂചന ലഭിച്ചതനുസരിച്ച് കസ്റ്റംസ് അസിസ്റ്റന്റ് കലക്ടർ IS സിക്കോസ്റ്റയുടെ നിർദ്ദേശാനുസരണം വലിയൊരു സംഘം ഉദ്യോഗസ്ഥന്മാർ മൗലവിയുടെ വരവും കാത്ത് കഴിഞ്ഞ 3 ദിവസമായി വെങ്ങളം റെയിൽവേ ഗേറ്റിന് സമീപം കാത്തിരിക്കുകയായിരുന്നു. നോക്കാൻ നിങ്ങളൊരു പരാക്രമം. ഒരു മൂല്യർ അജ്ജ് കഴിഞ്ഞത് വരുന്നതും കാത്തുകാണ്ട് ഒരു 3 ദിവസം പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ പോലീസുകാർ കാത്തുക പട്ടിണിയും കിടന്നേ. ആരാണ്? മുസ്ലിം പോലീസുകാരല്ല, അമുസ്ലിങ്ങളായ പോലീസുകാർ. എന്നിട്ടോ
വ്യാഴാഴ്ച രാത്രി ബോംബെയിലെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ വന്ന മൗലവിയെ കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് സൂപ്രണ്ട് ഹരിദാസൻ നായരും ഇൻസ്പെക്ടർമാരായ ഭാസ്കരൻ, വിജയകുമാർ എന്നിവരും സംഘവും പിടികൂടി. എന്റെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് രാവിലെ സൗദിയിലെ, വൈകുന്നേരം ഇന്ത്യയില്, സുബയാവുമ്പോട്ട് മർക്കസിലെ ബുഖാരിക്ക്, അങ്ങനെ എയർപോർട്ട് ചെല്ലുമ്പോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി ചെല്ലുമ്പോ AP ഉസ്താദിനെ കാണുമ്പോ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എഴുന്നേറ്റ് നിന്നിട്ട് സല്യൂട്ട് അടിക്കുക. നിങ്ങളെ മൂല്യന്മാരോ വരുമ്പോത്തിന് അരതപ്പ, വേല് തപ്പ, കിതാബ് തപ്പ. നിങ്ങളെ സാമ്പത്തിക ശുദ്ധി ലോകർക്കറിയാം, ഈ സമൂഹത്തിനറിയാം. അത് നിങ്ങൾ വെറുതെ പറയിപ്പിക്കരുത് എന്നാ പറയിപ്പിക്കരുത്. എന്നിട്ട് നോക്ക്, 8 ഗ്രാം വീതം തൂക്കമുള്ള പവൻ നാണയങ്ങളാണ് മുഴുവനും. മുമ്പ് 3 തവണ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുള്ള മൗലവി 3 കൂട്ടിയൊക്കെയാണ്. ഇനിയോ നാട്ടിലെ പല സാമൂഹ്യ സംഘടനകളുമായും ബന്ധമുള്ള ആളാത്രേ. ആ സംഘടന ഏതാ നിങ്ങൾ പറയണോ? ആളാരാന്ന് പറയണോ? അഡ്രസ് ആരാന്ന് പറയണോ? പറയിപ്പിക്കണ്ട, നിങ്ങൾ പറയിപ്പിക്കണ്ട. ഞങ്ങൾ പറഞ്ഞ അതൊരു വാക്കാ. ഇനിയോ ഇവിടെ ഈ രൂപത്തിൽ എന്നിട്ട് AP ഉസ്താദിനെ വളരെ വികൃതമായി ചിത്രീകരിച്ചു. നായിയോട് ഓർമ്മിച്ചുകൊണ്ട് ഇയാൾ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു എന്ന് മാത്രമല്ല, സമയപരിധി കൊണ്ട് ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞ എന്താണ്? ആദ്യം ഇയാൾ പറഞ്ഞത് AP ഉസ്താദ് ഇങ്ങനെയൊക്കെ ഉളുപ്പില്ലാത്ത കൗമാണ്, ലൈംഗിക ശുദ്ധി ഇല്ലാത്ത ആളാണ്, സാമ്പത്തിക ശുദ്ധി ഇല്ലാത്ത ആളാണ് പറയുമ്പോ സ്വാഭാവികമായും ചിലർക്കെങ്കിലും ഒരു സംശയം വരും. എന്താ, അങ്ങനെയൊക്കെ ഒരു ആലിമിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അദ്ദേഹം ഇൽമില്ല ആളല്ലേ എന്നൊരു തോന്നലുണ്ടാവും. അതിനെ തട്ടാൻ വേണ്ടിയിട്ടാ പിന്നെ ഇയാൾ പറയുന്നത് ഇൽമിൻക്ക് അത്ര പ്രശ്നമൊന്നല്ല. ഏത് ഇൽമ്? കാന്തപുരം ഉസ്താദിന്റെ ഇൽമ്. പക്ഷേ ഞാൻ ഓർത്തത് പണ്ട് മാപ്പിള നാട്ടിൽ നിങ്ങൾ EK ഉസ്താദിന്റെ ഇൽമു അങ്ങനെ പറഞ്ഞതാണ്. EK ഉസ്താദിനെ തെറി പറഞ്ഞ കാലത്ത് ഒരാൾ ചോദിച്ചത്, അല്ല ശംസുൽ ഉലമക്ക് ഇൽമില്ലേനാ? അന്ന് പറഞ്ഞത് ഇബ്ലീസിന്റെ ഇൽമല്ലേനാ. എന്നിട്ട് ഇയാൾ പറയുന്നത് നോക്ക്, ഇൽമത്ര കാര്യമൊന്നല്ല. ഇൽമത്ര വലിയൊരു സംഗതിയൊന്നും ആരും പറയണ്ട. ഇൽമത്ര വലിയ കാര്യമൊന്നുമല്ല. ഇൽമത്ര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെന്തിനു പറഞ്ഞതാ? AP ഉസ്താദിനെ സംബന്ധിച്ച് ഇങ്ങനെ കടന്നാക്രമിച്ചപ്പോ എല്ലാരും മരവിച്ചു പോകില്ലല്ലോ കൽബ്. അപ്പൊ ആ ധാരണ തിരുത്താൻ വേണ്ടി പറഞ്ഞ പിന്നെ ഇൽമില്ല എന്നുള്ളതല്ലേ. ആ ഇൽമിൻക്ക് അത്ര പ്രശ്നമൊന്നുമല്ല അല്ലെന്ന് ഇയാൾ ആവർത്തിച്ച് വീണ്ടും പല ഫോൺ വിളികളിലും ഇയാൾ പറഞ്ഞതാ. ആവശ്യം പോലെ നമുക്കത് കേൾക്കാവുന്നതും കേൾപ്പിക്കാവുന്നതുമാണ്. എന്നിട്ട് ഇയാൾ പറയുന്നത് എന്താ? സ്വാഭാവികമായും ഒരു വിഷയം പറഞ്ഞിട്ട് അതിന് ആയത്തോതുമ്പോ ആ ആയത്തിന് ആ വിഷയത്തോട് ബന്ധമുണ്ടായിട്ടല്ലേ പറയുന്നത്. വിശുദ്ധമായ ഖുർആനിൽ ഒരു പുരോഹിതൻ പിഴച്ചുപോയതിനെ സംബന്ധിച്ച് ആ പണ്ഡിതനെ നായ എന്നത് ഉപയോഗിച്ച് പറഞ്ഞ ആയത്ത്, ആ ആയത്ത് എന്തിനാ ഓതുന്നത്? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തോളം ഒരു വിഷയം പറഞ്ഞിട്ട് ആയത്തോതുമ്പോ ആ വിഷയത്തിന് ഉപോത്ബലകമാണ് ആയത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ ആയത്തോതിയതെന്ന് ഒരു സംസാരത്തിന്റെ ശൈലി തിരിയുന്ന ബോധത്തോടെ ക്ലാസ് വെക്കുന്ന എല്ലാവർക്കും അറിയും. പിന്നെ ഇന്നിയാറാറ് ദിവസം ഉറങ്ങിക്കേൾക്കുന്ന ആൾക്കാർക്ക് പിന്നെ അതിനെ ന്യായീകരിക്കാൻ കഴിയും. നിങ്ങൾ പറഞ്ഞ മസലുൽ കെൽബ് എന്ന് പറഞ്ഞാൽ കെൽബിന്റെ താഴെ കാരണം കെൽബ് മുഹ്തറമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മസലുൽ കെൽബ്. ഇതെന്തിനാ ഇയാൾ പറഞ്ഞത്? AP ഉസ്താദിനെ കടിഞ്ഞുപോയ ഒരു പണ്ഡിതനോട് കൂട്ടിക്കെട്ടാൻ പറഞ്ഞതാ. എന്തിന്? കൗമിന്റെ കയ്യടി കിട്ടാൻ. എന്തിന്? ചേളാരി കമ്പനിയിൽ നേതാവാകാൻ. എന്തിന്? തന്നെ വിശ്വപ്രസിദ്ധ ഖുർആൻ പണ്ഡിതനായി താങ്ങാൻ ആളെ കിട്ടാൻ. ഈ തോന്നിവാസത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ ജൽപ്പനങ്ങളാണ്. പക്ഷേ ഇത് ജനങ്ങൾക്കിടയിൽ ഫ്ലാഷായപ്പോൾ ഇത് വൈകാരികമായി ആഞ്ഞടിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഇതിന്റെ പ്രശ്നം അലയൊലികൾ അടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ചില ആളുകളെ പിന്താങ്ങാനും നന്നാക്കാനും വേണ്ടി വിട്ടത്. എന്നിട്ട് ഇവര് പറയാ, യഥാർത്ഥത്തിൽ എന്തിനാ ഇത് ഉപയോഗിച്ചത്? അത് മുൻകാലത്തുള്ള ഒരു പണ്ഡിതന്റെ വിഷയം പറഞ്ഞതാണ്, കാന്തപുരം ഉസ്താദിന്റെ വിഷയം പറഞ്ഞല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദിന് ഇൽമില്ലേ പറയാൻ പറ്റുമോ? ഇനി അങ്ങനെയല്ല, കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചു മുമ്പ് പറഞ്ഞൊരു വിഷയത്തിന് തെളിവായിട്ടല്ലേ ആയിത്തോതുക എന്നാ അതിനെ താങ്ങണ കോലം കണ്ടു. ഇനി യഥാർത്ഥത്തിൽ മേൽശകലം എവിടെ, എന്തിന് ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്കറിയണ്ടേ?
ലക്ഷ്യം തെറ്റിയ ഇൽമിലൂടെ അധപതിച്ച ഇസ്രായേലി പണ്ഡിതനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖാസിം ഉസ്താദ് ഉദ്ധരിച്ചു. എന്തിനുദ്ധരിച്ചു സഹോദര? എന്തിനുദ്ധരിച്ചു പോയത്തക്കാരാ? AP ഉസ്താദിനെ ഓർമ്മിക്കാനല്ലേ? മുമ്പ് പറഞ്ഞൊരു വിഷയത്തെ സ്ഥാപിക്കാനല്ലേ ആയത്തോട്? ആ ആയത്തിനോട് ഉപോത്ബലകമായിട്ടല്ലേ സംഭവങ്ങൾ പറയാ. പക്ഷേ ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് താളം തെറ്റാൻ തുടങ്ങി. പൊതുസമൂഹത്തിന്റെ വികാരം നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ തോന്നിവാസത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ പിന്നാമ്പുറം താങ്ങികൾ പറയാ, ജാമ്യയിൽ വെച്ച് ഇയാൾ ചില വസ്തുതകൾ തുറന്നടിച്ചു. ജാമിയ നൂരിയയിൽ വെച്ച് ഉസ്താദ് ഖാസിമി വസ്തുതകൾ തുറന്നടിച്ചു. വസ്തുതകളല്ല, വിഡ്ഢിത്തങ്ങളും വായാടിത്തങ്ങളുമാണ് ഇയാൾ തുറന്നടിച്ചത്. എന്തേ കാരണം? ഇയാൾ എന്തേ അവിടെ വെച്ച് പറഞ്ഞത്? ഇയാൾ പറഞ്ഞത് ഈ കാന്തപുരം പറഞ്ഞതാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്ന്, അത് തിരിച്ചടക്കാനുള്ള കാശും എന്നെ കണ്ടെന്ന് ഇയാൾ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഖാസിമി മൗലവി, റഹ്മത്തുള്ള മൗലവി, AP ഉസ്താദ് അങ്ങനെ വാങ്ങാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് താങ്കൾ പ്രസംഗിച്ചില്ലേ? അതൊന്ന് കേട്ടോളൂ. ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതല്ല ഈ പറഞ്ഞത് വസ്തുതയാണോ മൗലവി? ഈ പറഞ്ഞത് വസ്തുതയാണോ? ചോദിക്കട്ടെ, എവിടെയാണ് 2 കോടി ഞാൻ പലിശ കൊടുത്തു എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്? ബാക്കി എന്റെ കയ്യിലുണ്ടെന്ന് ഏത് പത്രത്തിൽ, ഏത് വാചകങ്ങളിൽ, ഏത് വരികളിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞു എന്ന് ആണായി പിറന്ന അഡ്രസ്സുള്ള ആർജവബോധമുള്ള തന്റേടമുള്ള ഉമ്മക്ക് പറഞ്ഞ ഓരോരോ മലയാളമണ്ണിൽ കാണിക്കാൻ കഴിയുമോ? ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും. വസ്തുത തുറന്നടിച്ചു എന്ന് പറഞ്ഞ പറയും. എവിടെ AP ഉസ്താദ് പറഞ്ഞു? പക്ഷെ അതിന് മറുപടി എന്താണ്? പയരത്തിരെന്ന് ചോദിച്ചാൽ അരിത്തിരെന്നല്ല പറയാം. എവിടെ AP ഉസ്താദ് ഇത് പറഞ്ഞു? 2 കോടി എന്റെ കയ്യിലുണ്ട്, ലോൺ എടുക്കാൻ കൊടുക്കാൻ ബാക്കി എന്റെ കയ്യിലുണ്ട് എന്ന് ഉസ്താദ് എവിടെ പറഞ്ഞു? അത് പറഞ്ഞേരി. പിന്നുള്ളത് എന്താണ്? പിന്നുള്ള പ്രശ്നം ഇവന് സിറാജിൽ കുറെ പരസ്യം വന്നില്ല എന്നുള്ളതാ വലിയ മുസബുനോപിക്കാത്ത. ഞങ്ങൾ പറയുന്നു അതൊരു പത്രമാണ്. ആ പത്രത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ പലരും ജോലിയെടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും AP ഉസ്താദിന് സിറാജിന്റെ ഓഫീസിൽ പോയി അത് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടൂല. സ്വാഭാവികമായും ഒരു പത്രം നിലനിൽക്ക് ചിലപ്പോൾ ചില അപകടങ്ങൾ അതിൽ വരുമ്പോൾ ഉടനെ അത് തിരുത്തും. അത് സിറാജെന്ന് മാത്രമല്ല, ഏത് പത്രത്തിന്റെയും ഒരു സാഹചര്യമാണ്. അമുസ്ലിങ്ങളും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു പത്രത്തിൽ അവരിപ്പോ പത്തൊലുമീൻ ഓതിയിട്ടല്ലല്ലോ പത്രപ്രവർത്തനം നടത്തുക. പക്ഷേ ഇത് നിഷ്പക്ഷ ബുദ്ധിയോട് ഞാൻ ചോദിക്കട്ടെ, ചന്ദ്രികാ ദിനപത്രം ബഹുമാന്യരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ സിനിമാ പരസ്യം വന്നിട്ടില്ലേ? അങ്ങനെ സിനിമാ പരസ്യം വന്നാൽ അതിന്റെ അർത്ഥം സഹോദരന്മാരെ ശിഹാബ് തങ്ങള് സിനിമന്റെ പരസ്യം വിറ്റിട്ട് ജീവിക്കുന്നു എന്നാണോ? മുസ്ലിം ലീഗ് വളർത്തുന്നതാണോ? അങ്ങനെയൊന്നും പറയാൻ ഞങ്ങളാളല്ല. അതൊരു പക്ഷേ ശിഹാബ് തങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്ന് തന്നെ ഇല്ല. അത് പിറ്റേന്ന് പത്രം നോക്കുമ്പോഴായിരിക്കാം കാണുക. അങ്ങനത്തത് അപൂർവമായി വരാൻ പാടുള്ളൂ. എന്നും സിനിമ നടക്കുന്നത്, എന്നും സിനിമയുടെ പരസ്യം വരിക എന്നതാണ് അപകടം. പക്ഷേ ഇടയ്ക്ക് ചില പത്രപ്രവർത്തകരുടെ ചില നിലപാടുകളിൽ നിന്ന് അത്തരം പരസ്യം വരുമ്പോൾ ഇടപെടാറുണ്ട്, നിയന്ത്രിക്കാറുണ്ട്. അങ്ങനെ ഒരു പത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇനി ഭാഗ്യക്കുറിയോ? ചന്ദ്രികാ ദിനപത്രം നോക്ക്. ആ ചന്ദ്രികാ ദിനപത്രത്തിൽ കണ്ടില്ലേ ഭാഗ്യക്കുറിയുടെ പരസ്യം? ഇതിന്റെ പേരിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പലിശ തിന്നുന്നവനും അതുപോലെ ഭാഗ്യക്കുറിയുടെ പരസ്യം ലഭിച്ചിട്ട് തിന്നുന്ന ആളുമാണെന്ന് പറയാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതൊക്കെ ഒരു പൊതുപ്രവർത്തനവും ഒരു സാമൂഹ്യ പ്രവർത്തനവും ബോധ്യമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന സംഗതിയാണ്. അതിന്റെ പേരിൽ കുതിര കയറാൻ പറ്റൂല. പക്ഷേ ഫലത്തിലെന്താണ്? പണ്ഡിതന്മാരോടുള്ള അസൂയ. ആ അസൂയയാണ് മനുഷ്യനെ കേടുവരുത്തുന്നത്. ആ അസൂയയാണ് മനുഷ്യനെ തകർക്കുന്നത്. അതുറപ്പല്ലേ? റസൂലുള്ള പറഞ്ഞില്ലേ, അൽ അസദ് യഅ്കുലുൻ നാസന കമാ തഅ്കുലുൻ നാറുൽ ഹതബ. വിറക് തീ വിറക് തിന്നും പോലെയാണ് മനുഷ്യന്റെ നന്മകളെ അസൂയയില്ലാതെയാക്കുക. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാനല്ല, ഖാസിമി മൗലവി തന്നെ പറയാണ്, അസൂയ മനുഷ്യനെ കേടുവരുത്തും. അസൂയയും എന്താ അസൂയയുടെ കാര്യം? ഭൗതിക താല്പര്യത്തിന്റെ പിന്നിൽ ഭൗതികതയെ നിസ്സാരവൽക്കരിക്കണമെന്ന് പറയുന്ന സമൂഹത്തിന് ഭൗതികതയിൽ താല്പര്യം വർദ്ധിക്കും. ഭൗതികതയിൽ താല്പര്യം വർദ്ധിച്ചാലോ ചെവി കൊടുവാ, ചെവി കൊടുത്ത ഉലമാ ഉമറാ അവർക്കാണ് ഏറ്റവും അസൂയ ഉണ്ടാവുക. ആ അസൂയ കൊണ്ട് സമുദായത്തിനുണ്ടാകുന്ന നഷ്ടം പോലെ വേറൊന്നും ഉണ്ടാവില്ല. സ്ഥാനമാനത്തോടും ജനത്തോടും അസൂയയുള്ള ആളുകൾ സമുദായത്തിൽ കേടുവരുത്തുന്ന അത്ര
ചെന്നായപ്പോലും ആടുകൂട്ടത്തെ കേടുവരുത്തുകയില്ല. ഹാക്കിം പറഞ്ഞു, ഹാക്കിം രേഖപ്പെടുത്തി, ഹബീബ നബി പറഞ്ഞു. സഹോദരന്മാരെ, ഇതല്ലേ ഇവിടെ കാണുന്നത്? സമുദായത്തിൽ ഇതല്ലേ കാണുന്നത്? ഏതെങ്കിലും ഒരു പണ്ഡിതന് ഭൗതികമായ ആദരവും ബഹുമാനം കിട്ടുമ്പോൾ അത് കിട്ടാത്തവർക്ക് അസൂയ തോന്നുകയല്ലേ? എന്നാൽ നോക്ക് നിങ്ങൾ, ഇവിടെ അസൂയ ആർക്കുള്ളത്? എവിടെ അസൂയ ആർക്കുണ്ട്? അതൊരു വിഷയമാണ് ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ. അത് തീരുമാനാക്കേണ്ടത് ആരാ? എല്ലാവർക്കും ആ വിഷയത്തിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ പറയട്ടെ. ആരപ്പതിന് മദ്യം പറയാൻ പറ്റിയത്? മദ്യം പറയാൻ പറ്റിയത് നമ്മളെ ബഹുമാനരായ അധികരിത്തങ്ങൾ. അസ്ഹരിത്തങ്ങൾ പറയുന്നു ആർക്കാണ് അസൂയ, ആർക്കാണ് അഹന്ത, ആർക്കാണ് വാശി എന്ന് അസ്ഹരിത്തങ്ങൾ പറയുന്നു. ഇതേതാണ്? ഇത് അൽമുനീറിന്റെ സമ്മേളന പതിപ്പാണ്. ഏതാണ് അൽമുനീർ? അത് പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ഇറങ്ങുന്നതാ. ആ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ഇറങ്ങുന്ന അൽമുനീറിൽ എന്താ സഹോദരന്മാരെ ഉള്ളത്? ബഹുമാന്യരായ സാദാത്തുക്കളെയും ആലിമീങ്ങളെയും അസൂയ ആരോപിച്ചുകൊണ്ട് കുതിര കയറുമ്പോൾ അസ്ഹരിത്തങ്ങൾ അതിന് മറുപടി നൽകുന്നുണ്ട്. ആ അൽമുനീറിന്റെ ലേഖനത്തിൽ ആ തുടർന്ന് ഭാഗങ്ങളിൽ അയാൾ പറയുന്നു, ശംസുൽ ഉലമക്ക് ശേഷം ഞാൻ സമസ്തയിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുകയാണ്. എന്നെ പ്രസിഡന്റാക്കിയത് ശംസുൽ ഉലമയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ആ മുശാവറയിൽ ഒരുപാട് രോഗം എനിക്ക് കാണാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്താണ് കാണുന്നത്? അമ്മൻ ഇഖ്തഫു ഫീ ഖുലൂബിഹിമുൽ ഹസദ വമർലൽ ജഹ്ലി വൻ നിഫാഖി വൽ ഖിയാന. സ്വന്തം മുശാവറയിലെ മെമ്പർമാരെ കുറിച്ച് എപി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ അഭിപ്രായം ആ മഹാനില്ല. ഞങ്ങൾ ആ അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അത്രത്തോളം അഭിപ്രായമില്ല. പക്ഷേ ചില കുശുമ്പുകാരും അസൂയക്കാരും കൂട്ടത്തിലുണ്ടെന്നുള്ള അഭിപ്രായം ഞങ്ങൾ ആ സാധുക്കളായ പ്രവർത്തകന്മാർക്കൊക്കെ തോന്നുന്നുണ്ട്. അധികരിത്തങ്ങൾ പറയണം, ഇവരൊക്കെ കൽബിനെന്താ ഉള്ളത്? ഒന്ന് അസൂയ, പിന്നുള്ളത് വിവരക്കേടാകുന്ന രോഗം, അത് ഉറപ്പല്ലേ. പിന്നെ വന്നിഫാക്കി, നിഫാക്ക്. അസ്ഹരിത്തങ്ങൾ പറയാ, ഈ സമസ്തണ്ടല്ലോ കൂട്ടരെ, അത് ജമിയത്തുൽ ഉലമയല്ല, അത് ജമിയത്തുൽ മുനാഫിഖീനാണെന്ന് ഞങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലാത്ത വാക്ക് അസ്ഹരിത്തങ്ങൾ പറയാം. പിന്നെ അസൂയ എവിടെയുള്ളത്? നിങ്ങളെ കൂട്ടത്തിലുള്ളത് അസ്ഹരിത്തങ്ങൾ പറയാ. വിശ്വസിക്കാൻ പറ്റൂലേ? ഇനിയോ വൗസീബു ബിൽ കിബ്രി വല്ലസദി ദനി വലഉലുൽ മുഖ്തറ. വളരെയധികം വൃത്തികെട്ട അസൂയയും അഹന്തയുമാണ് നിങ്ങളുടെ കൽബിലുള്ളത്, അസ്ഹരിത്തങ്ങൾ പറയാ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾ പറയാ, പിന്നുള്ള സമസ്ത ശരിയാന്ന് തിരിയാനുള്ള ഏക മാർഗം തരങ്ങള് നമ്മളെ പൂക്കോട്ടൂർക്കാരൻ പറയാ, ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തേക്ക് അങ്ങോട്ട് വന്നിക്കണോന്നാ. എല്ലാം നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളേക്ക് വരല്ലേന്നാ. ശരിയാ, പല ആളുകളും വരുന്നുണ്ട്. എന്തുകൊണ്ട് വരാ? ഞങ്ങളുടെ ആദർശ വിശുദ്ധിയിൽ നിലകൊള്ളാൻ കഴിയാത്ത ക്രമക്കേടുകളുടെയും ആദർശപരമായ ദുരന്തങ്ങളുടെയും പേരിൽ ഞങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടി വന്നവർ. സമത പൂക്കോട്ട് ചോദിച്ച് ആരെങ്കിലും അങ്ങോട്ട് വന്നിക്കണോ? ശരി ബോധ്യപ്പെടാനുള്ള ഒരു മാനദണ്ഡ പദ ആരെങ്കിലും പോയി നമ്മളെ കൂട്ടുന്ന ഏതെങ്കിലും ഒരു പ്രമുഖൻ അങ്ങോട്ട് പോയ ഒരു ചരിത്രം പറ. എത്ര നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്? നേരെ മറിച്ച് അവിടുന്ന് ഇങ്ങോട്ട് എത്ര ആള് വന്നു? പ്രവർത്തനം കുറവാണ്, സാധുക്കളാണ്, പണമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കുറെ ആളുകൾ വന്നു. പക്ഷേ വന്നവരെ ഓരോരുത്തരും നിങ്ങളൊന്ന് പഠിക്കോ. എന്തുകൊണ്ട് വന്നു? ഞങ്ങളേക്ക് വന്നിരുന്നു നിങ്ങളെ ബഹുമാന്യരായ അധികരിത്തങ്ങളെ. SYSന്റെ ഗോൾഡൻ ജൂബിലി നടക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് കാത്തുകയറുന്നു എപി ഉസ്താദിനെ. ഞാനും പോയറ്റ ഉസ്താദെ സമ്മേളനത്തിന്. എപി ഉസ്താദ് പറഞ്ഞു, തങ്ങളിപ്പോ ഈ വയസ്സുകാലത്ത് നിങ്ങൾ ഈ ജാതി പ്രശ്നത്തിലൊന്ന് കണ്ണങ്ങൾ പേരിൽ പോയിട്ട് നിൽക്കാനും നോമ്പിട്ട് കൂടിക്കോളെന്ന് പറഞ്ഞതാ. എന്തുകൊണ്ട്? നിങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ടെടുക്കാന്നുള്ളതല്ല ഞങ്ങളെ സമസ്തന്റെ ഡ്യൂട്ടി. നിങ്ങൾക്ക് ഞങ്ങൾ ഏതെങ്കിലും പുറത്തേക്ക് തൊപ്പുന്നുണ്ടോ അത് കൊണ്ടെടുക്കുക. അങ്ങനെ ഒരു ഉത്തരവാദപ്പെട്ട പണ്ഡിത സഭയെ ഒരു വേസ്റ്റ് കൊട്ടയോ കുപ്പത്തൊട്ടിയോ ആക്കാന്നുള്ളതാണ് ഞങ്ങളെ സംഘടനയുടെ നയ നിലപാടും. അതല്ല. അതുകൊണ്ടാണ് അദ്വൈതങ്ങളെ ഞങ്ങളന്ന് വേദിക്കറ്റാഞ്ഞത്, ഞങ്ങൾ കൊണ്ടു നടക്കാഞ്ഞത്. അത് ഞങ്ങളെ ശൈലിയല്ല. പക്ഷെ നിങ്ങൾ കുറെ ആൾക്കാരെ കൊണ്ടുവരുന്നിക്കണ്. ഒന്ന് പൂക്കോട്ടൂർക്കാരൻ തന്നെ. പൂക്കോട്ടൂർക്കാരൻ നമ്മളെ അസ്തൻ എന്ന് പറയുന്ന ഒരു സാധു. അതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാൽ, മുമ്പ് ഒരു മെഹമ്മദും മരിച്ചു. മെഹമ്മദും മേമാലിയും ഭയങ്കര ചങ്ങായിമാരാ. ഏത് ഫിത്തിനിയിൽ ഓരോ ഒന്നിച്ചുണ്ടാകുക. അങ്ങനെ കഥയാണ്. മെഹമ്മദ് മരിച്ചപ്പോ മെഹമ്മദിനോട് മനക്കൾ ചോദിച്ചു, എന്താ അവിടെ പിത്തന ഉണ്ടാക്കി, എന്താ ഇവിടെ പ്രസിഡന്റായി? എന്ത് ചോദിച്ചാലും മെഹമ്മദ് പറയാം മേമാലിനും കൂടി കിട്ടണം. എന്തേ അത് ഓനും മേമാലും ഒപ്പം ഉണ്ടാക്കി. മേമാലിനെ കിട്ടിയാലേ ചോദിച്ചാൻ പാടുള്ളൂ. അങ്ങനെ മേമാലും ഒപ്പം മരിച്ചു എന്നാ കഥ. ഇതേപോലെയാണ്. ഒരു വിധന മറ്റുണ്ടാക്കിയ ഇവനും അറിയണം, ഇവന്റെ മറ്റോനും അറിയണം. ഇങ്ങനെ ഒരു അയ്യപ്പൻ തരി കുട്ടി തോരിക്കത്തിന്റെ ആൾക്കാരാണ്. ഇരിക്കട്ടെ, ഒന്ന് കിട്ടിയത് അയാളെയാണ് നമ്മളിന്ന് പോയിട്ട്. എന്തേ അത് കാശ്
ഹാസിമി പറഞ്ഞ രണ്ട് ശുദ്ധിയില്ല, സാമ്പത്തിക ശുദ്ധിയില്ല, മറ്റേ ശുദ്ധിയില്ല. ഇല്ലാന്ന് നമ്മൾ വെറുതെ പറയല്ല. സാമ്പത്തിക ശുദ്ധി സമർക്ക സമ്മേളനവുമായി നടത്തിയ പ്രചരണത്തിൽ ചില കണക്ക് അവതരിപ്പിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നമ്മൾ മാറ്റിവെച്ചൊരു സാധനം. ഇനിയോ വിദേശത്തെ ഉസ്താദിന്റെ കാരുണ്യം കൊണ്ട് ഒരു ജോലി കൊണ്ടുപോയി കൊടുത്തു, അവിടെ നിലക്കാൻ കഴിഞ്ഞില്ല. ഇതേ കാരണം കൂടെ കിടന്നവർ പരിപറയും എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ മസ്കത്തിലാണ്, 10-25 കൊല്ലായി. ഉസ്താദ് മക്കൾ നന്നായിട്ട് അറിയാം. സീബിലാണ് ഉള്ളത്. അവിടെ നമ്മളെ മർക്കസിന്റെയും സിറാജിന്റെയും അതുപോലെ എല്ലാ SOSന്റെയും മൊത്തം കമ്മിറ്റിയുടെ അന്ന് മുതൽ ഇന്ന് വരെ ഖജാൻജിയായിട്ടാണ് എന്നെ അറിയപ്പെടുന്നത്. ഈ സക്കാഫി അലിയസൻ ഞങ്ങളുടെ കൂടെ അവിടെ ഞങ്ങൾ കമ്മിറ്റി ഫ്രീ ആയി വിസ അയച്ചു കൊടുത്ത് അങ്ങനെ അവിടെ വരുത്തിച്ച് ഏകദേശം 1.5 കൊല്ലം അവിടെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തു. എന്ന് ഒരു 5-6 മാസം യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പിന്നെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കി. ഈ നാറിയ പ്രശ്നം എങ്ങനെ ഇതുവരെ ഞങ്ങൾ ആരോടും എവിടെ വെച്ചും പറഞ്ഞിട്ടും ആരും ജനങ്ങളെ അറിയിക്കണമെന്നോ ഇതുവരെ അതല്ല വല്ല മാസികയിലോ കൂടിയോ മറ്റോ ജനങ്ങളെ അറിയിക്കണമെന്നൊന്നും ഞങ്ങൾ ഇതുവരെ ആരും കരുതിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പണ്ഡിതന്മാരെ വല്ലാതെ താത്തി താരടിച്ച് പറയുന്നത് കൊണ്ട് പറയാതിരിക്കാനും വയ്യ എന്നുകൊണ്ട് മാത്രം പറയുന്നതാണ്. അവിടെ ചുരുക്കി പറഞ്ഞാൽ 5-6 മാസം കഴിയുമ്പോൾ തന്നെ ആൺകുട്ടികളുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും സദസ്സിൽ വെച്ച് പറയാൻ തന്നെ പറ്റാത്ത പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി. ഞങ്ങൾ പിടിച്ചു കയറ്റിയെന്ന് തന്നെ പറയുന്നതിൽ തെറ്റില്ല. അപ്പോ ഒന്നിങ്ങനെ പുറത്തു പോയതാ. ഇനി വേറെ സാക്ഷി കൂടി പറഞ്ഞോട്ടെ. ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, നാട്ടുകാരെ, നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട പോലെ സമസ്തയുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കുമെതിരെ നിരന്തരമായി ഉയർന്നു വരുന്ന ആരോപണങ്ങളും സാധാരണ നിലയിൽ ഒരു കഴമ്പില്ലാത്തതാണ്. ഇപ്പോൾ ഒരു കഴമ്പുള്ള രീതിയിൽ ഒരു സഖാഫിയെ ലഭിച്ചു എന്ന ഒരു സന്തോഷത്തിൽ ചില ആളുകൾ മതമറന്ന് ആഹ്ലാദിക്കുകയാണ്. ഈ ആഹ്ലാദം മസ്കത്തിൽ വെച്ച് കേട്ടപ്പോ വിനീതനായ എനിക്കും അതുപോലെ നമ്മുടെ സഹപ്രവർത്തകന്മാർക്കും യാതൊരു തരത്തിലുള്ള ഒരു ഏശലും ഉണ്ടായില്ല. പൂക്കോട്ടൂരുള്ള ഒരു സഖാഫി ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ മസ്കത്തിനെ സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള സുന്നി പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു ഏശലും ഉണ്ടായിട്ടില്ല, ഒരു വിധത്തിലെ ഫീലിംഗ് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ ഇവിടെ വസ്തുതകൾ വിശദീകരിച്ച ബഹുമാനപ്പെട്ട DN കുഞ്ഞത്തുള്ള ഹാജി, അള്ളാഹുവിന്റെ ഒരു കഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. DN കുഞ്ഞത്തുള്ള ഹാജി ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഇടയായത് ഈ സഖാഫി അവിടെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ പ്രവർത്തകന്മാർക്ക് കൂടിയിട്ട് ഒരു പ്രസംഗ പരിശീലന ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് 2 ആഴ്ച കൂടി നമുക്ക് വെക്കാറുണ്ടായിരുന്നു. ഇയാളായിരുന്നു അന്ന് നേതൃത്വം നൽകിയിരുന്നത്. ഇയാളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട DN അബ്ദുള്ള ഹാജി വളരെ ആവേശപൂർവ്വം വന്നു പരിപാടികളിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് ശീലിക്കാറുണ്ടായിരുന്നു. ആ ഒരു പരിശീലനം അള്ളാഹു ആദ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇവിടെ വെച്ച് ഇത്രയും പച്ചക്കളവുകൾ പറയുമ്പോൾ അതിന് മറുപടി പറയാൻ ഉചിതനായ ഒരാൾ ഉണ്ടാകണമെന്ന നിലയിൽ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട DN അബ്ദുള്ള ഹാജിയെ ഇദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് തന്നെ, ഇദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ കൊണ്ട് തന്നെ ഉപയുക്തമാക്കിയ രീതിയിൽ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഖാഫി എന്ന് പറയുന്ന ആള് പിന്നെ അവിടെ വന്നു നമ്മുടെ കമ്മിറ്റിയുടെ ചെലവിൽ വിഷയമൊക്കെ കൊടുത്ത് അവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഈ കുട്ടികളോടുള്ള പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള ഒരു തോന്നൽ, അത് അവരുടെ ശൈലിയിൽ പറയാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നതുകൊണ്ട് അർഹിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ ഇയാള് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ DN പറഞ്ഞ പോലെ 2-3 തവണ വാണിംഗ് കൊടുക്കുകയും അതുപോലെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. കാരണം ഗൾഫിലൊക്കെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാന്ന് പറയുമ്പോൾ കുറഞ്ഞ ആളുകളാണ്. അപ്പോ ആളുകൾ പിന്നെ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പിന്തിരിക്കുക എന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധിയായിരിക്കും. ഇവിടെയുള്ള അവിടുന്ന് കിട്ടുന്ന അതേ തുകയുടെ പ്രതിസന്ധിനെ ഇരട്ടിയായിട്ട് പ്രതിസന്ധികൾ കണക്കിട്ടാൽ മതി. അപ്പൊ ആ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തോട് പലതവണ പറയുകയും അതിൽ നിന്ന് പിന്തിരിയാതിരുന്ന സന്ദർഭത്തിൽ ഒരൊറ്റ ദിവസം ഒരു രാത്രിയാണ് കമ്മിറ്റി ചേരുന്നത്. പ്രധാനപ്പെട്ട ആളുകൾ ചേർന്നു പോകുമ്പോൾ
ഒരു രാത്രി തീരുമാനിക്കുന്നു, അന്ന് രാത്രി തന്നെ ബുക്ക് ചെയ്യുന്ന പിറ്റേന്ന് രാവിലത്തേക്ക് അദ്ദേഹത്തെ പാക്ക് ചെയ്ത് ഇവിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ പാക്ക് ചെയ്ത് വന്ന ഒരു മനുഷ്യൻ തീർത്തും ഇസ്ലാമികമായി അദ്ദേഹത്തിന് യാതൊരു അവകാശമില്ലാത്ത രീതിയിൽ നടക്കുന്ന ആള് കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാർക്കെതിരായിട്ട് ആരോപണങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രീതിയിലുള്ള ജീവിതശൈലിയും ഈ രീതിയിലുള്ള ആരോപണങ്ങളുമാണ് ഇവരെ ജീവിതചര്യയാക്കിയിട്ടുള്ളത്. അല്ലാഹു തആല സന്മാർഗം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനത്തെ ശുദ്ധിയും ഞങ്ങൾക്ക് അങ്ങനത്തെ വിശുദ്ധിയും പരിശോധിക്കുന്ന പണിയല്ല. പക്ഷെ ഒരു കാര്യം, ഇതുപോലെയുള്ള ആളുകളെ ഞങ്ങൾ നയപരമായി നിലപാടുകളിലൂടെ മാറ്റി നിർത്തേണ്ടി വന്നപ്പോൾ അവരെയൊക്കെ ചാക്കിട്ട് പിടിച്ച് നിലനിൽപ്പിലിടുകയാണ് നിങ്ങൾ. അങ്ങനെ നിങ്ങൾ നെടിയിലെ ആലുന്തറയിലെ ഒരു ത്വരീഖത്തിന്റെ പേരിൽ പലരും മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തി ഇപ്പടുത്ത് കേട്ടു ആലുന്തറ അബ്ദുല്ലാജി എന്ന പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നിങ്ങളന്ന് കൊണ്ടുവരുന്ന കുറെ സക്കാഫികളുണ്ടായിരുന്നു. ദുരൂഹമായ ഏർപ്പാടുകളുടെയും ത്വരീഖത്തിന്റെയും പേരിൽ ഞങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നപ്പോ നിങ്ങൾ അവരെ പെറുക്കിയെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ആ സക്കാഫികൾ ഇപ്പൊ കാശ്മീരിലുണ്ടോ കേരളത്തിലുണ്ടോ എവിടെയുള്ളത് ഞങ്ങൾക്കറിയില്ല. കൊണ്ടുകാലത്തൊക്കെ നിങ്ങൾ എ പി ഉസ്താദിനെ തെരുവരാൻ കൊണ്ടുവരുന്നു. ഇപ്പൊ എവിടെയുണ്ട്? കാശ്മീരിലാണോ? ഉത്തരവാദപ്പെട്ട ആളുകൾ ചോദിക്കേണ്ടതും അറിയേണ്ടതും അന്വേഷിക്കേണ്ടതുമാ. ഞങ്ങൾ അന്ന് അത് മാറ്റിവെച്ചപ്പോ നിങ്ങൾ അത് കൊണ്ടുനടന്നു. ഇങ്ങനെ ഞങ്ങൾ ആദർശപരമായോ നയപരമായോ നിലപാടുകളുടെ പേരിൽ മാറ്റിവെക്കേണ്ടി വന്നത് പെരുക്കിക്കൂട്ടുക, അങ്ങനെ ഒരു സംഘടന നിലനിൽക്കുക, അങ്ങനെ ഒരു സമസ്ത. ഇതിന് സമസ്തയുടെ പേര് പറയേണ്ടതില്ല. സമുദായത്തിൽ ആവശ്യമുള്ളത് ചെയ്യുക. പിന്നുള്ളത് എന്താണ്? നമ്മൾ തങ്ങന്മാരെ ചീത്ത പറഞ്ഞു എന്നുള്ളതാണ്. സുന്നി വേദിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് കുറച്ച് മോശമായി ചിത്രീകരിച്ചു എന്നുള്ളതാണ്. സുന്നി വേദി എന്നത് എ പി ഉസ്താദ് ഇറക്കിയ പ്രസിദ്ധീകരണമല്ല, എ പി ഉസ്താദിന്റെ സംഘടനയുടെ മുഖപത്രമല്ല. ആദ്യം ആ വാചകം ഒന്ന് കേട്ടിട്ട് അതിൽ ആരുടേതാണതെന്ന് നമുക്ക് പിന്നെ വിശദീകരിക്കാം. കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന് പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ? ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നി വേദി. ആര് പുറത്തിറക്കിയ സുന്നി വേദി? മുസ്ലിയാരെ NDP പുറത്തിറക്കിയത് SSFന്റെ മുഖപത്രാണോ SYFന്റെ മുഖപത്രാണോ നിങ്ങളിറക്കിയത് എന്ന് പറഞ്ഞാൽ ആരിറക്കിയത്? കേട്ടോ, MDPയുടെ മുഖപത്രം. ആരാണ് MDPയുടെ ഉപദേശക സമിതി ചെയർമാൻ? ഇത് കണ്ടോ, 1984 ചന്ദ്രികാ ദിനപത്രം. ആ ചന്ദ്രികാ ദിനപത്രത്തിൽ ബഹുമാനപ്പെട്ട ശംസുന്നയുടെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പ്രസ്താവനയുടെ ഹെഡിങ്? സുന്നികൾ തനിമ നിലനിർത്തണം, സുന്നികൾ വേറിട്ട് നിൽക്കണമെന്നാണ്. വേറിട്ട് നിൽക്കണമെന്ന പേരിൽ ശംസുന്നയുടെ ഒരു പ്രസ്താവന. ആ പ്രസ്താവന ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പക്ഷേ ആ പ്രസ്താവന കൊടുത്തിട്ട് അവസാനം ബഹുമാനപ്പെട്ട ശംസുന്നയെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹം ആരാണ്? MDPയുടെ ഉപദേശക സമിതി മെമ്പറാണ്. MDP സുന്നിവേദി MDPയുടെ മുഖപത്രം, MDPയുടെ ഉപദേശക സമിതിയായി ചന്ദ്രിക പരിചയപ്പെടുത്തുന്നത് ആരെ? ശംസുലുലമയെ. ഇതിന് പരിഹാരമുണ്ട് നിങ്ങളാണ് പറയേണ്ടത്. ഞങ്ങൾ പറയുന്നത് എന്താണ്? അങ്ങനെ പലപ്പോഴും ആലിമീങ്ങളെ കുതിര കയറിയിട്ടുണ്ട്, സാദാത്തുക്കളെ കുതിര കയറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുലുലമ തന്നെ പലപ്പോഴും തെറികളും അതുപോലെ ചീത്തകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്? മതത്തിന്റെ പണ്ഡിതന്മാരെയും മതരംഗത്തെയും രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ശംസുലുലമയെ പ്രചോദനം ചെയ്യപ്പെട്ടിട്ടില്ലേ? കാമി അലിയല്ല എന്ന പേരിൽ നാട്ടുകവി മുസ്ലിയാരെ ബഹുമാനപ്പെട്ട ശംസുലുലമക്ക് ബഹുമാനപ്പെട്ട കാമികളിയല്ല എന്ന എഡിങ്ങിൽ ബഹുമാനപ്പെട്ട ശംസുലുലമക്ക് ഏകശീലമയെ തൃശൂർ ജില്ല കാമിയാക്കിയപ്പോൾ ശംസുലുലമക്ക് ഒരു പഞ്ചായത്ത് കാമി പോലും ആകാൻ കഴിയില്ലെന്നും ശംസുലുലമയുടെ ഫത്വകൾ ഫിത്നയുണ്ടാക്കിയിട്ടുണ്ടെന്നും മുമ്പ് നാട്ടിലെ മുസ്ലിം എഴുതി. ഇനിയോ മാപ്പിള നാട്ടിൽ ഈ ജാരസന്തതിയുടെ തന്തയാരി എന്ന പേരിൽ എഴുതിയ ലേഖനത്തിൽ അതുപോലെ ബഹുമാനപ്പെട്ട ശംസുലുലമയെ ശംസുലുലമ എന്നതിന് പകരം രാഷ്ട്രീയത്തുലുലമ എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെയോ ഇനിയും ഈ എരപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശികൾ എന്ന പേരിൽ മാപ്പിള നാട്ടിൽ മുമ്പ് ശംസുലുലമയെ താറടിച്ചിട്ടില്ലേ? അതൊക്കെ ആരാ? രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ സുന്നത്തിയമായതിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചവരുടെ കപടവാചകങ്ങളായിരുന്നു അതൊക്കെ. മാത്രമല്ല മാപ്പിള നാട്ടിൽ എഴുതി, എന്താണ് എഴുതിയത്? ശംസുലുലമയുടെ തോട് കൊണ്ട് ഡബിൾ ടക്കർ ചെരുപ്പ് നിർമ്മിക്കണമെന്ന് വരെ എഴുതി. എന്തുകൊണ്ട്? അത് രാഷ്ട്രീയം തലയിൽ കയറിയപ്പോൾ കണ്ണു കാണാതെ പോയതാണ്. അതിന് കാന്തപുരം
ഉസ്താദ് ഉത്തരവാദിയല്ല, സമസ്തയുടെ ആലിമീങ്ങൾ ഉത്തരവാദിയല്ല. ഞങ്ങൾക്ക് സയ്യിദുമാരും ആലിമീങ്ങളുമാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ പിന്നുള്ള പ്രശ്നം എന്താണ്? രാഷ്ട്രീയത്തിൽ മുമ്പ് ചന്ദ്രികാ ദിനപത്രത്തിൽ ബാപ്പുട്ടി തങ്ങളെ പന്നിയിറച്ചി തിന്നുന്ന രൂപത്തിൽ ചിത്രീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? രാഷ്ട്രീയത്തിലെ ഭിന്നതയാണ്. അവിടെയൊക്കെ രാഷ്ട്രീയമാണ് അപകടം ചെയ്തത്. അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയത്തിന്റെ ലെവലിൽ, മതത്തിന്റെ ലെവലിൽ വിടണമെന്ന് പറയാൻ കാരണം ഇതുപോലെയുള്ള വേദനിപ്പിക്കുന്ന വസ്തുതകളാണ്. പക്ഷേ അതിന്റെ പേരിൽ കാന്തപുരത്തെയും കുതിര കയറുകയാണ് ചെയ്തത്. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആലിമീങ്ങളുടെ നിലപാടെടുക്കണം. പണ്ഡിതന്മാർ അവിടെ ഡ്യൂട്ടി നിർവഹിക്കണം. എന്താണത്? മുസ്ലിം സമുദായത്തിന് മതപരമായ നേതൃത്വം കൊടുക്കുക, സാമൂഹ്യപരമായ കരുത്തും പവറും നൽകി സാമൂഹിക സമുദ്ധാരണ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, അവരുടെ മതപരമായ വിഷയങ്ങളിൽ ഫത്വ കൊടുക്കുക എന്നതാണ്. എന്നാൽ അതിനിവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സമസ്ത ഉണ്ടോ? ആ സമസ്തയിൽ ഒരു മുഷാവറയുണ്ടോ? ആ മുഷാവറയിൽ പണ്ഡിതന്മാരുണ്ടോ? പക്ഷേ കാസിമി മൗലവി ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്ത്? കണ്ടു പഠിച്ചു നോക്കിയിട്ടാ മൂപ്പര് പറയാം. എന്നാ മൂപ്പരല്ല, മൂപ്പര വലിയ ആൾക്കാരെന്നെ അങ്ങനെയല്ല പറയലെന്ന് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം മൂപ്പര ഡയലോഗ് കേട്ടു. ചെറുപ്പക്കാരെ, കണ്ടു പഠിച്ച് നോക്കിയിട്ട് പറയാണ്, തോന്നിയത് പറയാ അല്ല കേട്ടോ. ഇയാളുമല്ല, ഇയാളെ വലിയ മൂല്യന്മാരെന്ന് അങ്ങനെയല്ല പറയല്ലേ. പക്ഷെ ഡയലോഗിൽ എന്ത് പറയും? ഇയാൾ പറയുന്നുണ്ട്, ഇപ്പൊ ഒരു ഫത്വ സമസ്തിക്ക് കിട്ടിയാൽ എന്താ ചെയ്യാ? ചെറുശ്ശേരി സൈനുദ്ദീൻ മൗലവിക്ക് ഒരു ഫത്വ കിട്ടിയാൽ എന്തു പറയും? അത് സമസ്ഥാലയത്ത് കൊടുക്കണം, പെണങ്ങോടിന്റെ അടുത്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ പേരോട് ഉസ്താദിനെ എങ്ങനെ വില കുതിരയാക്കിയാലും ഫത്വന്റെ വിഷയ പറയണത് എന്നതുകൊണ്ട് ആ പറയുന്ന കൂട്ടത്തിൽ അറിയാതെ പേരോട് എന്നുള്ള പേരോന്ന് വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോളി. പിന്നെ അയാൾ തിരുത്തിയിട്ട് പെണങ്ങോടൊന്നും പറയണ്ടേ. അപ്പൊ ഒരു ഫത്വ കിട്ടിയാൽ എന്ത് ചെയ്യും? ഉടനടി ഫത്വ പറയില്ല, മറുപടി കൊടുക്കൂല. പിന്നെ ഇതൊക്കെ കൂടി ആലോചിച്ച് ഫത്വ കമ്മിറ്റി കൂടിയിട്ടേ ഫത്വ കൊടുക്കുള്ളൂ എന്നാ വെറുതെ പറയാ. എന്നിട്ട് ഇയാൾ പറയാ, ചായപ്പീടിയിൽ ഇപ്പൊ ഒരു ഫത്വ കിട്ടിയാലോ ഉടനെ പറയുന്നതാണ്. അത് കേട്ടിട്ട് നമുക്ക് ആ ഫത്വ കമ്മിറ്റി ഒന്ന് നോക്കാം. നിങ്ങളുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നങ്ങൾ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരോട് ഒന്ന് പോയി ചോദിച്ചു നോക്കൂ. നാളെ വരിയെന്ന് അറിയും. അല്ലെങ്കിൽ മാലിന്റെ അഡ്രസ്സ് വരികയും ഫത്വ കമ്മിറ്റി കൂടിയിട്ട് അടുത്ത ആഴ്ച തീരുമാനം പറയാം. ഞങ്ങൾ അഡ്രസ്സ് തന്ന് പോയി, ഞാൻ അവിടെ നമസ്കാരത്തിൽ എഴുതി കൊടുക്കി, അവിടെ ഉണ്ടാവും. ആലിബാബിൻ്റെ അടുത്ത് കൊടുക്കി, അല്ലെങ്കിൽ മറ്റെന്നാലത്ത് കൊടുക്കി, പേര് പണങ്ങോടിൻ്റെ എഴുതി കൊടുക്കി എന്നൊക്കെ, പേര് പണങ്ങോടിൻ്റെ എഴുതി കൊടുക്കി എന്നൊക്കെ, പേര് പണങ്ങോടിൻ്റെ എഴുതി കൊടുക്കി എന്നൊക്കെ പറയും. ഇതേ വർത്താനം നിങ്ങൾ ഇവിടെ അടുത്തൊരു ചായപ്പൊടി പറഞ്ഞു നോക്കും, അപ്പം തീരുമാനം പറയും. അങ്ങനെ അതിനൊരു പള്ളി പൊളിച്ചെന്നാക്കേണ്ട ഒരു വഖഫിന്റെ മരം അവിടുന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെറുശ്ശേരി സ്ഥാനോട് ചോദിച്ചാൽ പറയും നിങ്ങൾ നാളെ വരുമെന്ന് അറിയാം. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഫത്വ കമ്മിറ്റി കൂടിയിട്ട് ഒറ്റയ്ക്ക് തീരുമാനം പറയില്ല, ഞങ്ങൾ 5 ആൾ കൂടിയിട്ട് തീരുമാനം പറയുള്ളൂ. അപ്പോൾ അടുത്ത ഫത്വ കമ്മിറ്റി അടുത്ത ആഴ്ച കൂടട്ടെ എന്ന് പറയും. ഇതന്നെ ഇവിടുത്തെ ചായപ്പൊടി പറഞ്ഞു. അതിങ്ങനെയാന്ന് ഒരുത്തം പറയും, ഏയ് അതങ്ങനെയല്ല, അതിങ്ങനെയാന്ന് പറയും. അങ്ങനെ പറയാത്ത പറയും. ചേളാരിയിൽ പറഞ്ഞാലും ചായപ്പിടി പറഞ്ഞാലും ഒരേ മാതിരി അപ്പ പറയും. ഞാൻ വെറുതെ പറയില്ല. അതിന്റെ അടുക്കാണ്ട് പേരോന്ന് വരുന്നുണ്ട്. അത് ഫത്വന്റെ കാര്യമാകുമ്പോൾ എങ്ങനെ കുതിരാക്കി ഇൽമ പറയാൻ ഓരോ പറ്റുള്ളൂ എന്ന് തൊള്ളി കൂടെ അറിയാതെ വരാണ്. ഇരിക്കട്ടെ. എന്നിട്ട് ഇയാൾ പറയും ചായപ്പിടി പറഞ്ഞ അപ്പ തന്നെ കിട്ടും ഫത്വാണ്. അത് ചേളാരി പറഞ്ഞാലും അങ്ങനെയാ കിട്ടുക. നിങ്ങൾക്ക് ഓർമ്മല്ലേ ബഹുമാനപ്പെട്ട ചെറുക്കുൾ അബ്ദുൽ അല്ലേ, മൂപ്പരേതോ ഒരു അലാക്ക് കുടുങ്ങി പൊട്ടു തൊട്ടൂന്ന് കേട്ടപ്പോ ചായപ്പിടിത്തിനേക്കാളും സ്പീഡിലുള്ള ഫത്വ വന്നത്. മാതൃഭൂമി ദിനപത്രം ഒരു ദിവസത്തെ പത്ര ബൈക്കും ബൈത്താലെ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. തെർത്തീബും മുബാലാത്തും തെറ്റാതെ പ്രസ്താവന വന്നു. ആദ്യത്തെ പ്രസ്താവന എന്താ? ചെറുക്കുളം പള്ളിയിൽ കയറരുത്. ഒരു ഫത്വയത് ചായപ്പീടിന്ന് വരെ എങ്ങനെ കിട്ടൂല ഫത്വ. എന്നിട്ട് എന്താ പറയുന്നത്? അന്യമതാചാരം അനുഷ്ഠിച്ച മന്ത്രി ചെറുക്കുളം മത്തുള്ള മതത്തിന് പുറത്താണെന്നും അദ്ദേഹം പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്നും സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. ഉമർ അലി ആരാ? SYSന്റെ പ്രസിഡന്റ്. അപ്പോ ചെറുക്കുളം പൊട്ടിട്ടിട്ടുണ്ട്, ഫത്വ കിട്ടാണ്. അതുകൊണ്ട് ചെറുക്കുളം പള്ളി കയറാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. വെള്ളിയാഴ്ച ഈ വരുന്ന ഫത്വ വ്യാഴാഴ്ച രാത്രി കൊടുത്ത ഫത്വ വെള്ളിയാഴ്ച ജുമക്കായി ടൈം എടങ്ങേറായല്ലേ. അതേ പത്രത്തിൽ തന്നെ അന്ന് രാത്രി എന്താണ് അസ്ഗരി തങ്ങളെ വേറൊരു ഫത്വ. ഉമർ അലി തങ്ങൾ ഇപ്പുറത്ത് നിന്നിട്ട് പുറത്തേക്ക് തട്ടുക ചെറുക്കുളത്തിനെ. അപ്പൊ നമ്മൾ അസ്ഗരി അങ്ങേ പോസ്റ്റിൽ മൂപ്പര് നിന്നിട്ട് പറയാണ് വിശ്വസിക്കാതെ തിലവൻ ചാർത്തിയാ പുറത്താവൂല, ചെറുക്കുളത്തിന് എന്നിട്ടൊരു തട്ട്. അങ്ങനെ നോക്കിയാണോ പുറത്താക്കാനും പറ്റൂല. ഒന്ന് ചോദിച്ചോണം എങ്ങനെയാ അത് ചാർത്തിയത്. സുബ്ഹാനല്ലാഹ്.
എന്നാ ചെറുക്കുളാണെങ്കിലോ ഒരു തട്ട് അങ്ങോട്ട് ഒരു തട്ട് ഇങ്ങോട്ട് ഇയാളെ കൊണ്ട് പന്തിട്ടല്ലേ ചായപ്പൊടിയിലെ 10 രൂപ വരെ എങ്ങനെയുള്ള എങ്ങന്മാരെ ഈ ചേളാരിയിലെ 10 രൂപയാണ്. അപ്പോഴാണ് സഹോദരന്മാരെ ചെറുക്കുളം പറയും തട്ടല്ലി മോനന്മാരെ തിലകം ചാർത്തിയത് ഞാനല്ല, അത് ഞാൻ കുഞ്ഞിരായും കുറുക്ക് കൊടുക്കുന്നതാ. അപ്പോ സംഗതി എന്തായി? ജുമാക്ക് നേരായി പള്ളി കയറണോ അതോ കൊലായ്മ നിൽക്കണോ? ഇടങ്ങേറായില്ലേ? ജുമാ നിസ്കരിച്ചണോ അതോ വെറിയിലിരിക്കണോ? അപ്പൊ വലിയ തങ്ങൾ പാപ്പാനോട് ചോദ്യം എന്താണ്, എന്താ അതിന്റെ മതം നിലപാട്? പക്ഷെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അതിന് മട്ടത്തിലൊരു നിലപാടെടുത്തു. എന്താ അത് ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ചായപ്പിടിത്ത മാതിരി കൊടുക്കാൻ പാടില്ല. ശരിക്കും ശിഹാബ് തങ്ങൾ ആ മുസാവറിയിൽ ആളല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ നേതൃത്വമാണ്. എന്നിട്ട് പോലും ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ നയപരമായ ഒരു പത്വ കൊടുത്തു. എന്താ അത് പിന്നീട് പ്രതികരിക്കും. അങ്ങനെ എടുത്തേക്ക് കാളെ തെറ്റെന്ന് പറയുമ്പോൾ അതിന് കയറെടുക്കാനൊന്നും നമ്മളെ കിട്ടൂല. മുമ്പ് ശംസുലമ്മന്റെ ഒപ്പം നടന്ന പരിചയം ഉണ്ടായിട്ടല്ലോ. ചെറുശ്ശേരി മൂലൊരു സെക്രട്ടറിയാണ്. അതുകൊണ്ട് ചായപ്പീടി ഇരുത്തിനേക്കാളും സ്പീഡിലായിട്ട് എന്ത് കിട്ടാണ്? ഫത്വ കിട്ടുക. എന്നാലോ എന്നിട്ടിപ്പോ നമ്മളെപ്പോഴുള്ള ആരോപണം എന്താണ്? നമ്മളെ കാസിമി മൗലവി തന്നെ പറയാണ് നമ്മളൊക്കെ വെളുത്ത കുപ്പായത്തിന്റെ ഉള്ളിൽ ചുവപ്പ് കുപ്പായ, അതുകൊണ്ട് നമ്മളൊക്കെ മാർക്സിസ്റ്റിന്റെ ആൾക്കാരാണെന്നുള്ള നിലക്കാണ്. തലത്തിൽ ഇസ്ലാമും കമ്മ്യൂണിസവും കൈകോർക്കുകയാണ് എന്ന് ചുവപ്പ് കുപ്പായത്തിന്റെ മുകളിൽ വെളുത്ത മേലയങ്കി അണിഞ്ഞ കുറഞ്ഞ പണ്ഡിതന്മാർ ഇന്ന് വിളിച്ചു പോവാൻ തുടങ്ങിയിരിക്കും. അവരെ പിടിച്ചു കെട്ടേണ്ടത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ നിയോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. അവരെ പിടിച്ചു കെട്ടുകയില്ലെന്നൊന്നും അവർ വിചാരിക്കേണ്ട. അവരെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. നമ്മുടെ അണ്ണാക്കിന്റെ മുകളിൽ നാവ് എന്നൊരു സാധനം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരെ നമ്മൾ ആ ചുവപ്പ് കുപ്പായത്തിന്റെ മുകളിൽ വെള്ള മേലങ്കി അണിഞ്ഞവരെ നമ്മൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവരെ നമ്മൾ പിടിച്ചു കെട്ടിയിരിക്കും. തീർച്ചയായും അവരെ നമ്മൾ കെട്ടിയിരിക്കും. അങ്ങനെ തന്നെ വിചാരിക്കണം. ഞങ്ങളെ കുറിച്ചാണല്ലോ ഇപ്പൊ നിങ്ങളെ രാജഹാലത്ത്. അത് ഞങ്ങൾക്ക് വെള്ളക്കുപ്പായ ഉള്ളിലും പുറത്തൊക്കെ വെള്ള തന്നെയാണ്. പക്ഷെ ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പിടിച്ചു കെട്ടും, ആരെയാ പിടിച്ചു കെട്ടുക? കമ്മ്യൂണിസവുമായി മാർക്സിസ്റ്റ് പാർട്ടിയുമായി CPM-ഉമായി നിങ്ങളുടെ നിലപാടെന്താ? എന്താ നിങ്ങളുടെ നിലപാട്? ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഇവിടെ ബഹുമാനപ്പെട്ട ബാപ്പുജി തങ്ങളും പൂക്കോയത്തങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുമായി സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി ഭരണം നടത്തിയില്ലേ? അവരുടെ വെള്ളക്കുപ്പായത്തിന്റെ പിന്നിൽ ചുവപ്പായിരുന്നോ? പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ശംസുലമ പഠിപ്പിച്ച രാഷ്ട്രീയ നിലപാടെടുത്തു. അതെന്താണ്? സുന്നത്തി ജമാഅത്തിന് ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ കിട്ടാൻ ആരൊക്കെ സഹകരിക്കുന്നു അവരോടൊക്കെ സഹകരിക്കും. അത് ശംസുലമ പഠിപ്പിച്ചതാണ്. പക്ഷെ അതിന്റെ പേരിൽ AP ഉസ്താദിനെ മാറി മാറി പാർട്ടിയാക്കി. നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ കാലത്ത് ഇവര് കാർട്ടൂൺ വരച്ചു. ഒരു കയ്യിൽ ചുറ്റിക, മറ്റേ കയ്യിൽ തസ്ബീഹുമാല. പക്ഷെ എങ്ങനെ വരച്ചപ്പോഴും ഉസ്താദിന്റെ ഒരു കയ്യിൽ നിന്ന് തസ്ബീമാല പോയിട്ടില്ല, ആത്മീയത വിട്ടിട്ടില്ല. എന്നാൽ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ CPM-ഉം ലീഗും തമ്മിൽ ഒരു അടവ് നയം വന്നു. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് കരുവാരക്കുണ്ടങ്ങാടിൽ ഒരു കട്ടൗട്ട്, മാനൂലേറെ കട്ടൗട്ട. ഒരു കയ്യില് അരിവാൾ ചുറ്റിക, മറ്റേ കയ്യിൽ കോണി. എന്തേ? അതങ്ങനെ വെറും രാഷ്ട്രീയം കയ്യിൽ പിടിക്കാൻ തുടങ്ങിയതിന്റെ ലക്ഷണം. ഇനി മാർക്സിസ്റ്റ് പാർട്ടി തെറ്റാണോ എന്നാ ഞാൻ ചോദിക്കട്ടെ ചങ്ങായിമാരെ. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ കൂടിയല്ലേ നമ്മൾ MP രാഘവുള്ളത്? MP രാഘവ് ഒന്നുകൂടി വിഷം കൂടിയ മാർക്സിസ്റ്റ് അല്ലേ? ഇത്തരം നിലപാടുകളിൽ നിങ്ങൾ സമുദായത്തിന് മറുപടി പറയും. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നിരീശ്വരവാദം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, അതിവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഒരാൾ അംഗീകരിച്ചാൽ അതിന്റെ പേരിൽ ഓനെ ഇസ്ലാമെന്ന് പുറത്താക്കാൻ കഴിയൂല. കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാൽ മാർക്സിസ്റ്റ് കുടുംബത്തിൽ നിന്ന് കല്യാണം നടത്തിയതില്ലേ, ബന്ധങ്ങൾ ഉണ്ടാക്കിയതില്ലേ, അതിനൊക്കെ മതപരമായ നിലപാട് പറയണ്ടേ? അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും താജുൽ മൗലാർത്തങ്ങളും ധീരമായ മതനിലപാടുകൾ എടുത്തപ്പോൾ കാസിമി മൗലവി അവാന്തര വിഭാഗങ്ങളുമായി അവിഹിത വീഴ്ച നടത്തിയപ്പോൾ അതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഏതാനും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് അത് വിഷയം അവരുടെ സ്വതന്ത്രമായ ലേഖനങ്ങളിലും ആർട്ടിക്കുകളിലും വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ ഇവർ ചോദിക്കുക, കാന്തപുരം ഉസ്താദ് ഉള്ളാർത്ത തങ്ങളിൽ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതാണോ കാസിമിയെ ചീത്ത പറയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്? പണ്ഡിത വേഷമണിഞ്ഞ് മതത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന നിങ്ങളെപ്പോലുള്ള കപടന്മാരെ ചോദ്യം ചെയ്തതാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാപട്യല്ല ഉള്ളത്. ചോദ്യം അങ്ങനെ ഒന്നുണ്ടെന്ന് സ്ഥാപിച്ച് അത് ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഉള്ളതല്ലേ ചോദ്യം ചെയ്യാൻ പറ്റൂ. പക്ഷേ പണ്ഡിത വേഷം ധരിച്ച് കാപട്യം നടത്തിയ ചില ആളുകൾ ഉണ്ടായിരുന്നു. അതാരാ അറിയോ നിങ്ങൾക്ക്? 14 ദിവസം കൊണ്ട് മർക്കസിൽ നിന്ന് സനത് കിട്ടിയെന്ന് പറഞ്ഞ് തലപ്പാവ് കെട്ടിച്ച് വെള്ളക്കുപ്പായടിച്ച് ഒരുത്തനെ കൊണ്ടുനടന്നില്ലേ നിങ്ങൾ? മതത്തിന്റെ പേരിൽ തട്ടിപ്പിനെ കൊണ്ടുനടന്നില്ലേ? സുന്നി അഫ്കാരിൽ അത് നിങ്ങൾ താങ്ങിയില്ലേ? സുന്നി അഫ്കാർ
6 പേജുകളിൽ നിങ്ങൾ അതിനെ ന്യായീകരിച്ചില്ലേ? ദീപസ്തംഭം, മഹാശ്ചര്യം, 2 ആഴ്ച കൊണ്ട് സനദി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഔദ്യോഗികമായ വാരികയിൽ നിങ്ങൾ ആ സക്കാഫിക്ക്, ആ വ്യാജ സക്കാഫിക്ക് 14 ദിവസം കൊണ്ട് സനദ് കിട്ടിയെന്ന് നിങ്ങൾ ന്യായീകരിച്ചെഴുതിയില്ലേ? മാത്രമല്ല, നന്ദി ദാറുസ്സലാമിലെ സമ്മേളനത്തിൽ സമദ് പൂക്കോട്ടൂര് അതിനെ ന്യായീകരിച്ച് സംസാരിച്ചില്ലേ? വിവിധങ്ങളായ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ എഴുതിവിട്ടില്ലേ? സുന്നി അഫ്കാർ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ആ വ്യാജന ന്യായീകരിച്ച് മതത്തിന്റെ പേരിൽ നിങ്ങൾ സംഘടിതമായി നടത്തുന്ന തട്ടിപ്പിനെ ന്യായീകരിക്കാൻ നിങ്ങൾ നിരത്തിയ അച്ചുകൾ കണ്ടോളൂ. മതപരമായൊരു തട്ടിപ്പ്. ഉത്തരവാദപ്പെട്ട നന്ദി ദാറുസ്സലാമിന്റെ സമ്മേളനത്തിൽ ആ വ്യാജന്റെ കയ്യിലുണ്ടായിരുന്ന വ്യാജ സനദ് പൊക്കിപ്പിടിച്ച് പൂക്കോട്ടൂരുകാരൻ സമദ് മൗലവി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ മാഷ് അതിനെ ന്യായീകരിച്ച് സംസാരിച്ചില്ലേ? അവസാനം ആ തട്ടിപ്പ് പ്രബുദ്ധ മലയാളിക്ക് മുമ്പിൽ തകർന്നടിഞ്ഞില്ലേ? മതത്തിന്റെ പേരിൽ ഞങ്ങൾ എന്ത് തട്ടിപ്പ് നടത്തി? ആധികാരികമായി തെളിവ് സഹിതം അത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ മതത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ തട്ടിപ്പ്, ആ തട്ടിപ്പിന് വേണ്ടി നിങ്ങൾ ബലിയാടാക്കിയ വ്യാജൻ, ആ വ്യാജനെതിരെ ആധികാരികമായി മർക്കസ് കേസ് കൊടുത്തു. മർക്കസിനെതിരെ സനദിന്റെ ആരോപണം പറഞ്ഞു നടന്നപ്പോൾ ആധികാരികമായി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോ കുടുങ്ങി, താങ്ങാളോലെ പിന്നെ കണ്ടില്ല. അങ്ങനെ അദ്ദേഹം അവസാനം എന്ത് ചെയ്തു? ഖമറുലമ കാന്തപുരം ഉസ്താദിന്റെ സന്നിധാനത്തിൽ വന്ന് കാന്തപുരം ഉസ്താദിനോട് മാപ്പ് ചോദിക്കാൻ മർക്കസിലെത്തി. എത്തിയില്ലേ? ഇനി മാപ്പ് ചോദിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ എന്തിനാ അയാൾ മർക്കസിൽ വന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കാണാം AP ഉസ്താദിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോ AP ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് പിന്നെ അദ്ദേഹം അയാളുടെ കൈ മുഖത്ത് വെച്ച് ചുംബിക്കുകയാ. നിങ്ങൾക്ക് അതങ്ങനെയാണല്ലോ. ഏത് കുറ്റം പറയുന്ന ആൾക്കാർ ഉസ്താദിനെ മുന്നിൽ കണ്ട അറിയാതെ ചന്തി പൊന്തുവല്ലോ, അറിയാതെ ബഹുമാനിക്കുമല്ലോ, അറിയാതെ കൈമുത്തുമല്ലോ. അങ്ങനെ തൽക്കാലം കുലുമാനൊന്നും കേസൊന്നും രക്ഷപ്പെടാൻ ആരും തന്നെ സഹായിക്കാനില്ല എന്ന് കണ്ടപ്പോ തടി സലാമത്താക്കാൻ വന്നതാ. അങ്ങനെ വന്ന് ഉസ്താദിന്റെ മുമ്പിലെത്തി കൈമ തൊട്ടിട്ട് പിന്നെ മുസാഫ ചെയ്തിട്ട് ആ കൈ ഇയാൾ ചുംബിക്കാം. അതുവരെ എനിക്ക് കാണാം. ഇബ്രാഹിം ദാരിമി നന്ദിയിൽ ജീവിക്കുന്ന കാലം തന്റെ സഹപാഠിയുടെ ബുഖാരിയിൽ നിന്നും അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ അബൂബക്കർ സഖാഫിയുടെ സർട്ടിഫിക്കറ്റ് മോഷണം നടത്തിയായിരുന്നു ഈ വേലയൊപ്പിച്ചത്. എന്നാൽ എല്ലാ കുതന്ത്രങ്ങളും പൊളിഞ്ഞു. തന്നെ പൊക്കിപ്പിടിച്ചു നടന്നിരുന്ന നേതാക്കളും കൂട്ടുകാരും ദാരിമിയെ കൈയൊഴിഞ്ഞു. കാര്യങ്ങൾ മുഴുവൻ അപകടത്തിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ ഇബ്രാഹിം ദാരിമി അവസാനം ഗത്യന്തരമില്ലാതെ മാപ്പപേക്ഷയുമായി മർക്കസിലെത്തി. AP ഉസ്താദിന്റെ കൈ മുസാഫ ചെയ്തിട്ട് ആ സാധു കൈയുമ്പിക്കാം. ഇത് ഒരു കക്ഷിത്വത്തിന് വേണ്ടിയോ സംഘടനാ സങ്കുചത്തിനു വേണ്ടിയോ പറയുന്നതല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിഷയം നമ്മൾ മനസ്സിലാക്കണം. ആക്ഷേപിക്കാനോ നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും അജണ്ട ഇതല്ല. ഇത്തരം ഒരു അജണ്ടയിലേക്ക് ഈ സംഘടനയെ കൊണ്ടുപോകാറുമില്ല. SSFന്റെ കഴിഞ്ഞ ഒക്ടോബർ മുതൽ യൂണിറ്റ് തലങ്ങളിൽ മെമ്പർഷിപ്പ് വർക്ക് നടത്തി യൂണിറ്റ് കമ്മിറ്റികൾ, സെക്ടർ കമ്മിറ്റികൾ, ഡിവിഷൻ കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ കഴിഞ്ഞ് ഈ അടുത്ത ദിവസം മഞ്ചേശ്വരത്ത് വെച്ച് പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. അങ്ങനെ വ്യവസ്ഥാപിതമായി സമൂഹത്തെ ധാർമ്മികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സമുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ അക്ഷരങ്ങളുടെയും അഗതികളുടെയും കണ്ണുനീരക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട കമ്മലുലമ കാന്തപുരം ഉസ്താദിന്റെ ജീവിതത്തിൽ അതാണ് നമുക്ക് കാണാൻ
ചെയ്യുന്നത്. തന്റെ തിരക്ക് പിടിച്ച 24 മണിക്കൂറും സമുദായത്തിന് വേണ്ടി ഓടുമ്പോൾ രാജ്യത്തിന്റെ കവലകളിൽ സമുദായം തീർക്കം വലിച്ചിറങ്ങുമ്പോഴും തന്റെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ആ പണ്ഡിതന്റെ മനസ്സ് പറയുന്നത് ഈ സമുദായത്തിന്റെ വിവിധതരം പ്രശ്നങ്ങളിലേക്ക്. അറിയോ നിങ്ങൾക്ക്, കഴിഞ്ഞ മർക്കസിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് കടന്നവരവസ്ഥാന് പറഞ്ഞു, ഈ സമുദായത്തിൽ ഒരുപാട് വിധവകളുണ്ട്. ഗർഭിണിയായിരിക്കെ ഭർത്താവ് മരണപ്പെട്ടവരുടെ മക്കൾ പ്രസവിച്ചു കിടക്കെ തന്റെ ശൈശവപ്രായമുള്ള കുഞ്ഞുമോനെ മാനത്തേക്ക് ചേർത്തി പിടിച്ചു കുടുംബക്കാരും അയൽവക്കക്കാരും യാത്ര പറഞ്ഞു എങ്കിരിക്കുന്ന കാലയളവിൽ ചോദിക്കുപോലും പറയാൻ കഴിയാതെ ആ ശൈശവപ്രായമുള്ള കുഞ്ഞുമോനെ കയ്യിലെടുത്ത് കണ്ണുനീരൊലിപ്പിക്കുന്ന വിധവകൾ. സഹോദരന്മാരെ, അത് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുണ്ടാവാറുണ്ട്, അയൽവക്കത്തുണ്ടാവാറുണ്ട്, സമൂഹത്തിലുണ്ടാവാറുണ്ട്. പക്ഷേ ആ പണ്ഡിതന്റെ തിരക്ക് പിടിച്ച ജീവിതങ്ങളിൽ, തന്റെ വാഹനങ്ങളിലെ യാത്രകളിൽ ആ പണ്ഡിതന്റെ മനസ്സത് കണ്ടെത്തുകയാണ്. കഴിഞ്ഞ മർക്കസിന്റെ സമ്മേളനത്തിൽ ആ പണ്ഡിതൻ പ്രഖ്യാപിച്ചു, പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ അങ്ങനെ ശൈശവ പ്രായമുള്ള ഒരു കുഞ്ഞിനെ തലോടി ഒരു വിധവ കണ്ണുനീരൊലിക്കുന്നുണ്ടെങ്കിൽ ആ വിധവ കരയാൻ പാടില്ല, ആ വിധവ സങ്കടപ്പെടാൻ പാടില്ല. ആ കുഞ്ഞിന് ആ ഉള്ളക്ക് മുലയൂട്ടുവാൻ, ആ ഉള്ളക്ക് മുലയിടുവാൻ ഉണ്ടാകുവാനുള്ള ഭക്ഷണം മുതൽ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനും ആ കുഞ്ഞിന് വസ്ത്രം കൊടുക്കാനുമുള്ള സാമ്പത്തികമായ ചെലവ് 12 വയസ്സുവരെ ആ കുഞ്ഞുമോനെ തന്റെ മടിയിലിരുത്തി വളർത്തുവാനുള്ള എല്ലാവിധ സാമ്പത്തിക സഹായവും മർക്കസ് ചെയ്തു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ മർക്കസിന്റെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച് ഈ മർക്കസ് സമ്മേളനത്തോടുകൂടെ 1000 ശിശുക്കളെ ദത്തെടുക്കാൻ മർക്കസ് തീരുമാനിക്കുകയാണ്. ഈ നിലക്ക് സമുദായത്തിന്റെ കർമ്മനീരെത്തുന്നത് രാജ്യത്തെ വിധവകളുടെ കർമ്മനീരപ്പാൻ, അഗതികളുടെ കർമ്മനീരപ്പാൻ, അനാഥകൾക്ക് താനിയാവുക എന്നത് ഈ സമുദായത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനമാണ്, ഉദാത്തമായ മാതൃകയാണ്. ആ മാതൃകയാണ് കാന്തപുരം ഉസ്താദിന്റെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ പ്രവർത്തന ഗോതയിലേക്ക് കല്ലുകളും കരിങ്കൽ ചീലുകളും കൂരമ്പുകളും ആരോപണങ്ങളും കടന്നു വന്നപ്പോൾ ആ പണ്ഡിതന്റെ മനസ്സിൽ സമാധാനത്തിന്റെ സന്ദേശമായി വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച് ഇത്രയും യുവതികളെ ചുവാങ്ങി ആദ്യമായി ജിബ്രീലിനെ കണ്ട് വൈവിധ്യരായി വീട്ടിലെത്തുമ്പോൾ തന്റെ ഖദീജ ബീവിയാകുന്ന പത്നിയോട് പ്രവാചകൻ പറഞ്ഞത് ജമ്മിനൂനി ഖദീജ, ഓ ഖദീജ ബീവി, എനിക്ക് പുതപ്പ് തരൂ, ഞാനെന്നെ പുതപ്പ് മൂടി കിടക്കട്ടെ, വലിയ വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖദീജ പറഞ്ഞ മറുപടി, അല്ലയോ പ്രവാചകരെ, അല്ലയോ അല്ലമേ, അല്ലെന്തിനാണ് ഭയപ്പെടുന്നത്? അല്ലാഹു നിങ്ങൾക്ക് അങ്ങേ കൈവരികയില്ല, അല്ലാഹു നിങ്ങളെ കൈവരിക്കുകയില്ല. കാരണം അന്ന് വിഷമിക്കുന്നവന്റെ വിഷമം അകറ്റുന്നവരും കരയുന്നവന്റെ കണ്ണുനീരപ്പെടുന്നവരുമാണെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ച സംഘത്തെ ഖദീജ റളിയല്ലാഹു തആല അൻഹ അന്നാ പറഞ്ഞ പ്രഖ്യാപനമാണ്. ആ പ്രവാചകന്റെ പിൻഗാമികളായി സമുദായത്തിൽ പ്രബോധന ദൗത്യവുമായി കടന്നു പോകുന്ന ആ പണ്ഡിതനേതൃത്വത്തിന്റെ മുമ്പിലേക്ക് ആരോപണങ്ങളും അക്രമണങ്ങളും അരാജകത്വങ്ങളും വന്നപ്പോൾ സമുദായത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സഹായമായത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിഷ്കളങ്കമായി വിഷയങ്ങൾ ബോധ്യപ്പെടുക, ഇതൊരു അജണ്ടയായി സ്വീകരിക്കാതെ ഈ തർക്കം സമുദായത്തിൽ നിന്ന് അന്യം നിൽക്കണം. ശംസുമില്ലെന്ന് ചിന്തിച്ചത് സമാദരണീയരായ സാമുദായിക നേതാക്കളെ ചിന്തിക്കുന്നതാണ്. ഇനിയും കേരളത്തിൽ ആ കലാപം നടക്കാൻ പാടില്ല. ആദർശപ്പൊരുത്തമുള്ള ആനുകൂല്യങ്ങളും സാധാത്തുക്കളും നിർമ്മിക്കട്ടെ. അർഹമുർ റഹ്മാനായ തമ്പുരാൻ ആ ഒരു നല്ല പ്രഭാതം കൊണ്ട് ഈ സമുദായത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് പുറത്തുള്ള തമ്പുരാനെ, ഉസ്താദുമാർക്ക് മാപ്പാക്കണേ റഹ്മാനെ. ദീൻ പഠിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, പ്രബോധനം ചെയ്യുമ്പോൾ, ഭക്ഷണം തന്ന് വെള്ളം തന്ന് വസ്ത്രം നൽകി ഞങ്ങളെ വളർത്തിയ മുഴുവൻ ആളുകൾക്കും ഈ സഹായം നൽകണേ റഹ്മാനെ. ഖൈർ നൽകണേ തമ്പുരാനെ. അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ സന്തോഷത്തിലും വെളിച്ചത്തിലുമാക്കണേ റഹ്മാനെ.